Okay. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് അനാലജീസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അനാലജീസ് മീൻസ് നിങ്ങൾക്ക് വൊക്കാബുലറി സെക്ഷനകത്ത് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്സെക്ഷൻ ആണ് വൊക്കാബുലറി മൊഡ്യൂളിനകത്ത് വരുന്ന ഏറ്റവും സിമ്പിൾ സബ്സെക്ഷൻ ആണ് അനാലജീസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് കെയർലെസ് മിസ്റ്റേക്സ് കാരണം മാർക്സ് ലൂസ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അനാലജീസ്. സോ എന്തൊക്കെയാണ് അനാലജീസിന്റെ പ്രത്യേകത, എങ്ങനെയാണ് അനാലജീസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. നോക്കൂ, അനാലജീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് രണ്ട് പെയറാണ്. ഒരു പേരുണ്ടായിരിക്കും. ആ പേരിനകത്ത് നിങ്ങൾക്ക് രണ്ട് വേർഡ്സ് തരും, മറ്റൊരു പേരിനകത്ത് നിങ്ങൾക്ക് ഒരു വേർഡ് തരും. എന്നിട്ട് ആ പെയറിലെ രണ്ടാമത്തെ വേർഡിനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് അനാലജീസ്. വെരി സിമ്പിൾ. Okay, the analogy is a comparison between two pairs of words based on a specific relationship. Okay, ഞാൻ പറഞ്ഞല്ലോ രണ്ട് പെയർ ഉണ്ടായിരിക്കും. ആദ്യത്തെ പെയറിലെ രണ്ട് വേർഡ്സും ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ രണ്ടാമത്തെ പെയറിലെ ഒരു വേർഡ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് പെയർ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ആൻഡ് ഈ രണ്ട് പെയർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് ദിസ് റിലേഷൻഷിപ്പ് വിൽ ബി ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് പ്രിൻസിപ്പിൾ. ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പ് സെയിം ആയിരിക്കും. ഈ രണ്ട് പെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വിൽ ബി സെയിം. ഓക്കെ, നോക്കൂ, ദ പർപ്പസ് ഇസ് നോട്ട് മിയർലി ടു ഐഡന്റിഫൈ മീനിങ്സ് ബട്ട് ടു റെക്കഗ്നൈസ് ഹൗ ദ വേർഡ്സ് ആർ കണക്റ്റഡ്. എന്തായാലും ഈ രണ്ട് പെയറും കണക്റ്റഡ് ആയിരിക്കും. അതായത് ഈ രണ്ട് പെയറിലും വർക്ക്ഔട്ട് ആവുന്ന റിലേഷൻഷിപ്പ് സെയിം ആയിരിക്കും. ബട്ട് ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടാമത്തെ പെയറിലെ രണ്ടാമത്തെ വേർഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ബേസ്ഡ് ഓൺ ദാറ്റ് റിലേഷൻഷിപ്പ്. മനസ്സിലായോ? ഇതിൽ നോക്കൂ, എ എന്ന് പറയുന്നത് ബിനോട് റിലേറ്റഡ് ആണ്. ആൻഡ് അതേ മോഡിൽ തന്നെ സി എന്ന് പറയുന്നത് ഡിനോട് റിലേറ്റഡ് ആണ്. അപ്പം ഈ ഡീനെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അനാലജി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ടാവുക. ഓക്കെ, നോക്കൂ, ഇനി നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ, ഹോസ്പിറ്റൽ, ടീച്ചർ, സ്കൂൾ. ഇതാണ് ഒരു ക്വസ്റ്റ്യനും ആൻസറും ഉള്ള ഒരു അനാലജി പെയർ ആണ്. അതായത് ഡോക്ടർ, ഹോസ്പിറ്റൽ, അത് രണ്ടും റിലേറ്റഡ് ആണ്. കാരണം ഡോക്ടർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചർ വർക്ക് ചെയ്യുന്നത് ഒരു സ്കൂളിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്ക് മനസ്സിലായി. ഒരു പ്രൊഫഷൻ തന്നിട്ടുണ്ട്, ആ പ്രൊഫഷൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റുള്ള സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ വേർഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് സിമിലർ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പം ഡോക്ടർ ഹോസ്പിറ്റലിന് തരും, ടീച്ചർ ഡാഷ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഓപ്ഷൻസിനകത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിന് സ്കൂൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അനാലജി. അപ്പം ബേസിക് കാര്യം പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മാർക്സ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ട്രാപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള അനാലിസിസിന്റെ ഇൻട്രോ. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദിയ, ഗീതാഞ്ജലി, ഏഞ്ചല, പറയൂ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മാം. ഓക്കെ ഓക്കെ, ഏഞ്ചലാൻ തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? കറക്റ്റ് അല്ലേ? യെസ് മാം. ഓക്കെ ഓക്കെ, ശരി ശരി. നോക്കൂ, അടുത്തത് ഇനി നമ്മൾ അനാലിസിസിന്റെ കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് പേര് തന്നിട്ടുണ്ടാവും, പിന്നെ രണ്ട് പേരിന് ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ആ റിലേഷൻഷിപ്പ് സെയിം ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്നാൽ ഈ റിലേഷൻഷിപ്പ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവാം. ഓക്കെ, ഒരു പേരിൽ ഒരു റിലേഷൻഷിപ്പ് മറ്റു പേരിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എന്നാൽ എക്സാക്ട് റിലേഷൻഷിപ്പ് അല്ല. അങ്ങനെ ഒരിക്കലും അനാലിസിസിൽ വരില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റത്തെ പെയറിൽ എന്ത് റിലേഷൻഷിപ്പ് ആണോ കൊടുത്തിരിക്കുന്നത് എക്സാക്ട് സെയിം റിലേഷൻഷിപ്പ് തന്നെ രണ്ടാമത്തെ പെയറിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നിങ്ങളെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബേർഡ്, നെസ്റ്റ്, ബി, ഹൈവ്. അപ്പൊ ഇതിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു ആനിമലിനെ തന്നിട്ടുണ്ട്,
മേ ബി ബേർഡ് ഓർ ആനിമൽ, ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിനെ തന്നിട്ടുണ്ട്, അതിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, അത് എവിടെയാണ് താമസിക്കുന്നത്, അത് താമസിക്കുന്ന സ്ഥലം ഏതാണ്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബേർഡ് നെസ്റ്റ് ആണെന്ന് പറഞ്ഞു, അപ്പൊ ബി താമസിക്കുന്നത് ഹൈബിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ആനിമൽ ആണ് പറഞ്ഞിരിക്കുന്നത്, ആനിമലിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻസിനകത്ത് എന്തുണ്ടായിരിക്കും? ബേർഡ് നെസ്റ്റ് എന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് ഹൈവ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഹൈവ് ഉൾപ്പെടെയുള്ള, ഹൈവ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഹൈവ് ഉണ്ടായിരിക്കും, ഹണി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബി എന്ന് കാണുമ്പോൾ ഫ്ലവർ എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് പറ്റുന്നുള്ളത് തോന്നും, അപ്രോപ്രിയേറ്റ് ആണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ ഹണി എന്ന് പറയുമ്പോൾ നമുക്ക് അതും റിലേറ്റഡ് ആണല്ലോ, റിലേറ്റഡ് ആയതുകൊണ്ട് ശരിയാവുമല്ലോ എന്നുള്ളത്. അതായത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബി ഈസ് റിലേറ്റഡ് ടു ഹണി എന്ന് പറഞ്ഞിട്ട് വളരെ കെയർലെസ് ആയിട്ട് പോയി ഹണി ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെയാണ് ഇവിടെ ഉള്ള ചെറിയ ചെറിയ ട്രാപ്സ് വരുന്നത്. ലൈക്ക് നമ്മൾ ഈ റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ബി ബേർഡ് എന്ന് പറയുന്നത് നെസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് അനാലജി പെയറിൽ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സെയിം ഡ്വെല്ലിംഗ് പ്ലേസ് പെയർ തന്നെ ആയിരിക്കണം അടുത്ത അനാലജി പെയറിലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതായത് ഒരിക്കലും ഫ്ലവറോ അല്ലെങ്കിൽ ഹണിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഓപ്ഷൻസിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ഒരു കെയർലെസ് മിസ്റ്റേക്കിൽ നയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഓക്കെ നോക്കൂ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ ടൈപ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് n നമ്പർ ഓഫ് അനാലജി ടൈപ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ലോകത്ത്. ഇപ്പൊ നിങ്ങളിപ്പം ഏത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാലജിക്ക് ഒരു 10 പേരാണ് അവർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അനാലജി ടൈപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് നമ്പേഴ്സ് പോലെയാണ്, നമുക്ക് എത്ര വേണമെങ്കിലും അതിന്റെ ടൈപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോവാം. പക്ഷെ ഏറ്റവും കൂടുതൽ ടൈപ്സിനെ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് അനാലജി എന്ന് പറയുന്നത് സിനോണിം അനാലജിയാണ്. സിനോണിം അനാലജി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിനോണിംസ് ആണല്ലോ ഡിസ്കസ് ചെയ്തിരുന്നത്, അതേപോലെ തന്നെയാണ്. അതായത് 2 അനാലജി പെയർ തന്നിട്ടുണ്ടാവും. ആദ്യത്തെ അനാലജി പെയറിൽ എന്ന് പറയുന്നത് ഒരു വേർഡും അതിന്റെ സിനോണിം ആയിരിക്കും. അടുത്ത അനാലജി പെയറിൽ ഒരു വേർഡും അതിന്റെ സിനോണിം ആയിട്ടുള്ള വേർഡിനെ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനോണിംസിന്റെയും ആന്റണിംസിന്റെയും വർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് വരുന്നത് എന്തിൽ മാത്രമല്ല, ഈ ഒരു വൊക്കാബുലറിക്കകത്ത് ഈ സിനോണിം ആൻഡ് ആന്റണിംസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ മാത്രമല്ല, അത് യൂണിവേഴ്സലാണ്. നമുക്ക് വെർബൽ റീസണിംഗിൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇപ്പൊ അതാ നോക്കൂ, ഇപ്പൊ നമ്മൾ അനാലിസിസ് പഠിക്കുന്നു, അനാലിസിസിനകത്തും എന്ത് തന്നെയാണ് വരുന്നത്? സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് അബൻഡന്റ്, പ്ലെന്റിഫുൾ, ഓക്കെ, അതുപോലെ തന്നെ സൈലന്റ്, ക്വയറ്റ്, റാപ്പിഡ്, ഫാസ്റ്റ്. നമുക്കറിയാം എല്ലാം സിനോണിംസ് ആണ്. അബൻഡന്റും പ്ലെന്റിഫുള്ളും സെയിം മീനിങ് ആണ്, സൈലന്റിനും ക്വയറ്റിനും സെയിം മീനിങ് ആണ്, അതുപോലെ തന്നെ റാപ്പിഡിനും ഫാസ്റ്റിനും സെയിം മീനിങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സെയിം മീനിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പോവാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കൂ, ഇനിയിപ്പോ നമ്മള് ഓരോ ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഞാൻ ഇങ്ങനെ ഓരോ ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ഇപ്പൊ സിനോണിം അനാലജി ആണല്ലോ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അതേപോലെ ഒരു സിനോണിം നിങ്ങൾക്ക് പറയാം. അതായത് ഒരു വേർഡ് അതിന്റെ സിനോണിം ആയിട്ട് അതിന്റെ ഒരു പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഗീതാഞ്ജലി, ദിയ, ഏഞ്ചല അറിയാവോ? ആരെങ്കിലും ഒരാൾ പറയോ? ഹാപ്പി ജോയ്, യാ റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്.
യാ ഏഞ്ചല കറക്റ്റ് ആണ്, സ്മോൾ ടൈനി, റൈറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് ആന്റണിം അനാലജി. ആന്റണിം അനാലജി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വേർഡ്സ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വേർഡ് തന്നിട്ടുണ്ടാവും, ആ വേർഡിന്റെ സെയിം മീനിങ്, സിമിലർ മീനിങ് തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു വേർഡ് തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ് ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് സിനോണിം അനാലജി. ആന്റണിം അനാലജി വളരെ എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ്, ഒരു വേർഡ് തന്നിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും ഒരു പെയറിൽ ഉണ്ടാവുക. അടുത്ത അനാലജി പെയറിൽ ഒരു വേർഡ് തന്നിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ആയിരിക്കണം നമ്മൾ ഓപ്ഷൻസിനകത്ത് നിന്ന് ചൂസ് ചെയ്യേണ്ടത്. കേട്ടോ, നോക്കൂ, എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ്, എക്സ്പാൻഡ്, കോൺട്രാക്ട്, അതിന്റെ ഓപ്പോസിറ്റ് വന്നു. അതുപോലെ തന്നെ വിക്ടറി, സക്സസ്, ഡിഫീറ്റ്, ഫെയിലർ, ഡിഫീറ്റ് ചെയ്തു. പിന്നെ ആൻഷ്യന്റ് മോഡേൺ, അങ്ങനെയൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുള്ളത്. ഇനി നോക്കൂ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ഡിക്ഷണറി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. കോണ്ടെക്സ്ച്വലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ചൂസ് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒപ്റ്റിമിസ്റ്റിക്, സിനിക്കൽ. ഒപ്റ്റിമിസ്റ്റിക്, സിനിക്കൽ എന്ന് പറയുന്നത്, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹോപ്പ് ഉള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹോപ്പ് ഉള്ളത്, ഒരു പോസിറ്റീവ് ഒരു ബിലീഫ് ഉള്ളത്, അങ്ങനെയൊക്കെയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സിനിക്കൽ എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ആയിട്ടുള്ളത്, ഡിസ്ട്രസ്ഫുൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിനിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഒപ്റ്റിമിസ്റ്റിക്കിന്റെ എക്സാക്ട് ഡിക്ഷണറി ഓപ്പോസിറ്റ് വേർഡ് എന്താണ്, പെസിമിസ്റ്റിക് ആണ്. പെസിമിസ്റ്റിക് എന്നാണ് എക്സാക്ട് ഡിക്ഷണറി ഓപ്പോസിറ്റ് മീനിങ് അല്ലെങ്കിൽ എക്സാക്ട് ഡിക്ഷണറി ആന്റണിം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സിനിക്കൽ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, നിങ്ങളുടെ വൊക്കാബുലറി സ്ട്രെങ്ത് എത്രത്തോളം അടിപൊളിയാണോ അത്രത്തോളം നിങ്ങൾക്ക് കോണ്ടെക്സ്ച്വലി ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഇനി അടുത്ത ഒരു ആന്റണിംസിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരൂ എനിക്ക്. എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞുതരൂ, ചാറ്റ് ബോക്സിൽ പറഞ്ഞുതരൂ. ഓക്കെ, അടുത്ത വേറെ ആരോ കറക്റ്റ് ആണ് ഏഞ്ചല, പറയൂ. അടുത്ത ആരാണ്, പറയൂ. ഗീതാഞ്ജലി പറയൂ. ദിയ, ഹാപ്പി, സാഡ്, യാ റൈറ്റ്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി, അത് നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആന്റണിം അനാലജി എന്താണ്, സിനോണിം അനാലജി എന്താണെന്നുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റിലേറ്റ് ആവും. ഓക്കെ, എക്സ്ക്യൂസ് മീ മാം, ബ്രേവിന്റെ ആന്റോണിം എന്തായിരിക്കും? ഗ്രേവിന്റെ ആന്റോണിം, ഗ്രേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു നെഗറ്റീവ് നൊട്ടേഷനിൽ പറയുന്ന കാര്യമാണ് ഗ്രേവ് എന്ന് പറയുന്നത്. അപ്പം അത് ഗ്രേവ് അല്ല, ബ്രേവ്, ബ്രേവ്. ബ്രേവ് ആണോ? അതിന്റെ ആന്റോണിം കവേർഡ്, കവേർഡ്. ഓക്കെ ഓക്കെ. ഓക്കെ, നോക്കൂ, അടുത്തതാണ് പാർട്ട് ഹോൾ അനാലജി എന്ന് പറയുന്നത്. ഇനി എന്താണ് പാർട്ട് ഹോൾ അനാലജി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ട് ഹോൾ അനാലജി എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഒരു പാർട്ടിനെ ആയിരിക്കും ആദ്യം നമുക്ക് തരുന്നുണ്ടാവുക. എന്നിട്ട് ആ പാർട്ട് എന്തിലേക്കാണ്, അതിന്റെ ഹോൾ എൻറ്റിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, പെറ്റൽ, പെറ്റൽ എന്ന് പറയുന്നത് ഫ്ലവറിന്റെ ഒരു യൂണിറ്റ് ആണ്. അതിന്റെ ഹോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഫ്ലവർ ആണ്, അല്ലെ? നോക്കൂ, അടുത്തതാണ് ചാപ്റ്റർ. ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ബുക്കിനകത്തുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ബുക്ക് എന്ന് പറയുന്നത് അത് ഒരു ഫുൾ എൻറ്റിറ്റി ആണ്, മനസ്സിലായോ? അതേപോലെ തന്നെ വീൽ എന്ന് പറയുന്നത് കാറിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഫുൾ എൻറ്റിറ്റി കാറാണ്. ഓക്കെ, അപ്പൊ പെറ്റൽ, ഫ്ലവർ, ചാപ്റ്റർ, ബുക്ക് എന്നുള്ളതാണ് വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽ എന്ന് പറയുന്നതാണ് കാറിന്റെ ഒരു പാർട്ട്. അപ്പൊ നമുക്ക് തന്ന പാർട്ട് ഹോൾ അനാലജിയിൽ നമുക്ക് ആദ്യം പറയുന്നത് പാർട്ടിനെയാണ്. പെറ്റൽ, വീൽ, ചാപ്റ്റർ എന്ന് പറയുന്ന ഓരോ പാർട്ടിനെയാണ് ആദ്യം വരുന്നത്. രണ്ടാമതായിട്ടാണ് അത് എന്തിന്റെ ഫുൾ എൻറ്റിറ്റി, അതായത് അതിന്റെ ഫുൾ എൻറ്റിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ വേർഡിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ തിരിച്ചു പറയാൻ പാടില്ല, മനസ്സിലായോ? അതായത് കാർ എന്നുള്ള ഒരു വാക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീലിലേക്ക് മാറ്റാൻ പാടില്ല, മനസ്സിലായോ? ഹോൾ ആദ്യം തന്നിട്ട് പാർട്ടാണ് രണ്ടാമത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്സ് പോകും.
ഓക്കെ, അപ്പൊ ഈ ഡിറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻഷിപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഡിറക്ഷൻ സെയിം ആണോ എന്നുള്ളത് നോക്കാം. ആദ്യം പാർട്ടും അത് കഴിഞ്ഞിട്ട് ഹോളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കാം. ഇനി നോക്കൂ, ഈ പാർട്ട് ഹോൾ അനാലിസിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ എനിക്ക്. ആ യെസ്, കറക്റ്റ്. എഞ്ചല കറക്റ്റ് ആട്ടോ. ഓക്കെ, നോക്കൂ അടുത്തത്. ഇനി നമ്മൾ നേരത്തെ അതേപോലെ തന്നെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഹോൾ പാർട്ട് അനാലിസി. നമ്മൾ നേരത്തെ പാർട്ട് ഹോൾ അനാലിസി നോക്കി, ഇപ്പൊ നമ്മൾ ഹോൾ പാർട്ട് അനാലിസി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കൂ, ലൈബ്രറി ബുക്സ്, അതായത് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഹോൾ എൻറ്റിറ്റിക്കകത്ത് വരുന്ന യൂണിറ്റ് ആണ് ബുക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്ത് വരുന്ന ആൾക്കാരാണ് മ്യൂസീഷ്യൻസ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ എൻറ്റിറ്റിക്കകത്ത് വരുന്നതാണ് ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈബ്രറിക്കകത്ത് ബുക്സ് ഉണ്ടായിരിക്കും, ഓർക്കസ്ട്രയ്ക്കകത്ത് മ്യൂസീഷ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതും തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം ഹോളാണ് വേണ്ടത്, പിന്നെ പാർട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പെയറിൽ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണോ വരുന്നത്, എക്സാക്ട് സെയിം റിലേഷൻഷിപ്പ് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നോക്കൂ, ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ഹോൾ പാർട്ട് അനാലജിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ദിയ, ഗീതാഞ്ജലി പറയൂ, എഞ്ചല. ഹാൻഡ്, ഫിംഗർ, ക്ലാസ് റൂം സ്റ്റുഡൻസ്. കറക്റ്റ് ആണ്. ദിയ കറക്റ്റ് ആട്ടോ. എഞ്ചല യെസ്. നോക്കൂ, അടുത്തതാണ് കോസ് ഇഫക്റ്റ് അനാലജി. എന്താണ് കോസ് ഇഫക്റ്റ് അനാലജി? കോസ് ഇഫക്റ്റ് അനാലജി എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഒരു കോസിനെ ആയിരിക്കും ആദ്യം പറയുന്നുണ്ടാവുക, അത് കാരണം സംഭവിച്ചിട്ടുള്ള ഒരു എഫക്റ്റ്, അതിനെയാണ് നമ്മൾ പിന്നീട് പറയുന്നുണ്ടാവുക. അതായത് അതിന്റെ റിസൾട്ടിനെയാണ് പിന്നീട് പറയുന്നത്. നോക്കൂ, നെഗ്ലിജൻസ് കാരണം നെഗ്ലിജൻസ് വിൽ ലീഡ് ടു ആക്സിഡന്റ്. ഇപ്പൊ ഡ്രൈവേഴ്സിന്റെ നെഗ്ലിജൻസ് വിൽ ലീഡ് ടു ആക്സിഡന്റ് അല്ലെ. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ വിൽ ലീഡ് ടു ഇൽനെസ്. പിന്നെ അതുപോലെ തന്നെ വൈറസ് വിൽ ലീഡ് ടു ഡിസീസ്. ഇങ്ങനെയാണ് എക്സാമ്പിൾസ് വരുന്നത്. അപ്പം ഇതിന്റെ ചിലപ്പം ഈ കോസ് ഇഫക്റ്റ് അനാലജിക്കകത്ത് ചിലപ്പോൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോസും അത് കാരണം സംഭവിക്കുന്ന അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു റിസൾട്ടും ഒരു ഇഫക്റ്റും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ കറപ്ഷൻ, ഡിസ്ട്രസ്റ്റ്, കറപ്ഷൻ കാരണം ഡിസ്ട്രസ്റ്റ് സംഭവിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ കറപ്ഷൻ കാരണം നമുക്ക് ഡയറക്ട്ലി ഡിസ്ട്രസ്റ്റ് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം അതൊരു കൈൻഡ് ഓഫ് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് ഇത് കാരണം ഇത് സംഭവിക്കുമോ എന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങൾ ലോജിക്കൽ റീസണിങ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എന്തിനു വരാം, ഈ അനാലജിക്കകത്ത് വരാം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കോസ് ഇഫക്റ്റ് അനാലജി ഒരു എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, ഫയർ കാരണം ബേണിംഗ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആണ്. അടുത്ത നോക്കൂ. ഓക്കെ, ഡിഗ്രി ഇന്റൻസിറ്റി അനാലജി ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിഗ്രി ഇന്റൻസിറ്റി അനാലജി എന്ന് പറയുന്നത് ഈ സെയിം ക്വാളിറ്റി തന്നെയായിരിക്കും പറയുന്നത്, സെയിം കാര്യം തന്നെയായിരിക്കും പറയുന്നത്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, വാം, ഹോട്ട് രണ്ടിലും എന്താ പറയുന്നത്, ചൂടാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ വാം വാട്ടറും ഹോട്ട് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. വാം വാട്ടർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ടോളറബിൾ ആയിട്ടുള്ളത്, ഹോട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അത്ര ടോളറൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഗ്രിയിൽ ഇന്റൻസിറ്റിക്ക് മാത്രം ഡിഫറൻസ് വരുന്നതാണ് ഈ ഡിഗ്രി ഇന്റൻസിറ്റി അനാലജി എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കൂ, അനോയ്ഡ് ആൻഡ് ഫ്യൂരിയസ്. ഈ അനോയ്ഡ് ആയിട്ടിരിക്കുന്നതും ഫ്യൂരിയസ് ആയിട്ടിരിക്കുന്നതും രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ അനോയ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക, ഫ്യൂരിയസ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇരിക്കുക. അത്രയും ഡിഗ്രി കൂടി, ചെറിയ ഡിഗ്രി വന്നു വലിയ ഡിഗ്രിയിലേക്ക് വന്നു. അതേപോലെ തന്നെ ലൈക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് യു എന്ന് പറയുന്നത് ചെറിയ ഇന്റൻസിറ്റിയിൽ പറയുന്നതാണ്. ഐ ലവ് യു എന്ന് പറയുന്നത് വലിയ ഇന്റൻസിറ്റി ആണ് അതിന്റെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റൻസിറ്റി ഡിഫറൻസ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഡിഗ്രി ഇന്റൻസിറ്റി അനാലജിയിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എല്ലായ്പ്പോഴും ഈ ചെറിയ ഇന്റൻസിറ്റി ടു വലിയ ഇന്റൻസിറ്റി ആയിരിക്കില്ല.
ചില അനാലജി പെയറിൽ വലിയ ഇന്റൻസിറ്റി ആദ്യം കൊടുക്കും, പിന്നെ ചെറിയ ഇന്റൻസിറ്റി കൊടുക്കും. അതായത് ലവ് ലൈക്ക് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഹോട്ട് വാം എന്ന് കൊടുക്കും. അപ്പൊ ആ ഡയറക്ഷൻ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാഗ്നിറ്റ്യൂഡ് ആണ് കൂടുന്നത്, ക്വാളിറ്റി സെയിം തന്നെയാണ്. നോക്കൂ, ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. വേറൊരു എക്സാമ്പിൾ ആണ് കൺസേൺഡ് ആൻഡ് അലാംഡ്. കൺസേൺഡ് ആയിട്ട് ഇരിക്കുക, അതിനെക്കാട്ടി കുറച്ചും കൂടെ മാഗ്നിറ്റ്യൂഡ് കൂടിയ ഒന്നാണ് അലാംഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ പറയൂ. കോൾഡ് ആൻഡ് വിന്റർ ആക്ച്വലി എടാ ഇതില് എന്താണെന്നറിയോ, നമ്മൾ ഇപ്പൊ പറയുന്നപ്പോ ഇതൊരു കോൾഡ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി എ സീസൺ. അപ്പൊ അത് വിന്ററുമായിട്ട് ഒരു കൊഹിറൻസ് ഇല്ല, റിലേഷൻഷിപ്പ് കൊഹിറൻസ് ഇല്ല. അപ്പൊ കോൾഡും വിന്ററും എന്ന് പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പറയാവോ? കോൾഡ് ആൻഡ് ഫ്രീസ്, ദാറ്റ്സ് റൈറ്റ്. കറക്റ്റ് ആട്ടോ. നോക്കൂ, അടുത്ത നോക്കൂ. അടുത്തത് ഫംഗ്ഷൻ ആൻഡ് പർപ്പസ് അനാലജി. ഫംഗ്ഷൻ പർപ്പസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊടുത്തിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ പെൻ, റൈറ്റ്, പെൻ വെച്ചിട്ട് നമ്മൾ എഴുതും. നൈഫ്, കട്ട്, നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. തെർമോമീറ്റർ ഇസ് യൂസ് ടു മെഷർ ടെമ്പറേച്ചർ, തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ പെന്ന് റൈറ്റ് ആണ്, നൈഫ് കട്ട് ആണ്. ഒരു ടൂളിനെയാണ് ആദ്യം അനാലജിന്റെ ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് പറയുന്നത്, ആൻഡ് അതിന്റെ പേർപ്പസ് ആണ് രണ്ടാമത് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിലും നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ എന്നുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ഓപ്ഷൻസിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റഡ് ആണ് എന്ന് തോന്നിയിട്ട് നമ്മൾ വേഗം പോയിട്ട് പേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ചൂസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് അതിന്റെ ഫംഗ്ഷൻ എക്സാക്ട്ലി ഫംഗ്ഷൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റത്തെ പെയറിൽ ഒരു ടൂളും അതിന്റെ ഫംഗ്ഷനും ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പെയറിലും എക്സാക്ട്ലി ടൂളും ഫംഗ്ഷനും തന്നെയായിരിക്കണം നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് പെന്നിന്റെ നേരെ പോയിട്ട് പേപ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്നും ഓപ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നോക്കൂ, നോക്കൂ, അടുത്തൊരു ഇതിന്റെ ഒരു ഈ ഫംഗ്ഷൻ പർപ്പസ് അനാലിസിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. ദിയ പറയൂ. ഗീതാഞ്ജലി പറയൂ. ബുക്ക് നമ്മൾ റീഡ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഈ ബുക്ക് നമ്മൾ ബുക്ക് ഇസ് റെഡ്. ആക്ച്വലി ബുക്ക് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എല്ലാവർക്കും തെറ്റുപറ്റുന്ന ഒരു സംഭവമാണ്. ബുക്ക് ഇസ് റെഡ്. ബുക്ക് വായിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ബുക്ക് നമ്മൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല. ഓക്കെ, ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വളരെ സട്ടിലായിട്ട് നമ്മൾ പോലും അറിയാത്ത ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഈ അനാലജീസിൽ പറ്റുന്നത്. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം. അതേ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്റേക്കുമാണ്. അപ്പം നേരത്തെ പറഞ്ഞു. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. സോ നോക്കൂ, ഇത് ബുക്ക് ഒരിക്കലും നമ്മൾ വായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ല. ഇവിടെ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പെന്ന്, കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നൈഫ്, അതുപോലെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് തെർമോമീറ്റർ. അങ്ങനെ നമുക്ക് വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല ബുക്ക്. ബുക്ക് ഇസ് ബീങ് റെഡ്. ബുക്ക് ഇസ് റെഡ് ആക്ച്വലി. ബുക്ക് ഇസ് നോട്ട് യൂസ് ടു റീഡ്. മനസ്സിലായോ? അങ്ങനെയുള്ള സട്ടിൽ ആയിട്ടുള്ള ഡിഫറൻസസ് ശ്രദ്ധിക്കാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരോ ഗീതാഞ്ജലി? എന്തോ? സ്റ്റെത്തസ്കോപ്പ് ആൻഡ് ഹാർട്ട് ബീറ്റ്. സ്റ്റെത്തസ്കോപ്പ് ആൻഡ് ഹാർട്ട് ബീറ്റും പറ്റില്ലടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് അവിടെ എക്സാക്ട്ലി കിട്ടുന്നില്ലല്ലോ. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു നൗൺ അല്ലേ നമ്മൾ അവിടെ പറയുന്നത്. ഇവിടെ എക്സാക്ട്ലി നമുക്കൊരു ടൂളായിട്ട് ഒരു നൗണും വേണം. പിന്നെ രണ്ടാമത്തെ പേരിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു വേർബാണ് വേണ്ടത്. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. നിങ്ങൾ കിച്ചൺ എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
എന്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. Scissors cutting. റൈറ്റ്. ഓക്കെ, കറക്റ്റ് ആണേ. നോക്കൂ, അടുത്തതിലേക്ക് പോവാണ്. റോപ്പ് ടൈ, കറക്റ്റ് ആണ്. റോപ്പ് ടൈ. നോക്കൂ, അടുത്തത് ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഇൻസ്ട്രുമെന്റ് അനാലജി ആണ്. ഒരു പെർട്ടിക്കുലർ സാധനം യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, അത് അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സർജൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് സ്കാൽപ്പൽ, അതുപോലെ തന്നെ കാർപ്പന്റർ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ചിസൽ, ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ബ്രഷ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. മനസ്സിലായല്ലോ? ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടോ? ഡിഫിക്കൽട്ടി ഉണ്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണോ? നീ പറയാവോ? എനിബഡി? നല്ല മാം. എന്താ? ബെറ്റർ ക്ലാസ്സാ. ഓക്കെ, ശരി. നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? അപ്പോ ഈ യൂസർ ഇൻസ്ട്രുമെന്റ് അനാലജിക്ക് ഗീതാഞ്ജലി പറയാവോ? ഏഞ്ചൽ, ആദിയ, ആരെങ്കിലും പറയാവോ യൂസർ ഇൻസ്ട്രുമെന്റ്? കോഡിംഗ് എഡിറ്റർ. എന്താ? കോഡിംഗ് എഡിറ്റർ. കോഡിംഗ് ആണോ? കോഡിംഗ് ആൻഡ് എഡിറ്റർ, നോ. ഇൻസ്ട്രുമെന്റ്. മ്യൂസിഷ്യൻ, വയലിൻ. കറക്റ്റ് ആണ്. വേറെന്താ പറഞ്ഞത്? ഗീതാഞ്ജലി എന്താ പറഞ്ഞാടോ? കേട്ടില്ല. ആർട്ടിസ്റ്റ്, ബ്രഷ്. അത് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത എക്സാമ്പിൾ അല്ലേടാ. വേറൊരു എക്സാമ്പിൾ പറയാവോ? മ്യൂസിഷ്യൻ, വയലിൻ കറക്റ്റ് ആണ്. വേറൊരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടൈലർ, നീഡിൽ. റൈറ്റ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഒബ്ജക്റ്റ് മെറ്റീരിയൽ അനാലജി. അതായത് ഒരു കാര്യം നമ്മൾ എന്തിനെങ്കിലും കൊണ്ടെങ്കിലും ഉണ്ടാക്കുന്നു, അതിന്റെ അതായത് ആ ഒബ്ജക്റ്റിനാണ് ആദ്യം നമ്മൾ പറയുന്നത്, അത് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ, അതായത് ആ പെയറിന്റെ രണ്ടാമത്തെ വേർഡായിട്ട് നമ്മൾ പറയുന്നത്. നോക്കൂ, സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ വെച്ചിട്ടാണ്, റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് വെച്ചിട്ടാണ്, ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ അനാലജി പെയർ എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്റ്റാച്ചു is made out of marble, ring is made out of gold, അതുപോലെ തന്നെ ടേബിൾ is made up of wood, അല്ലേ? അപ്പൊ അതേപോലെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ഫ്ലോർ, ടൈൽസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് എന്താ ആരാ പറഞ്ഞേ നോക്കട്ടെ? വിൻഡോ ഗ്ലാസ്, ഓക്കെ. നോക്കൂ, അടുത്ത് നോക്കൂ. അടുത്തതാണ് ടൂൾ ആക്ഷൻ അനാലജി എന്ന് പറയുന്നത്. എന്താണ് ടൂൾ ആക്ഷൻ അനാലജി? നോക്കൂ, ഇവിടെ കീ വെച്ചിട്ട് നമ്മൾ അൺലോക്ക് ആണ് ചെയ്യുന്നത്, റേസർ വെച്ചിട്ട് നമ്മൾ റിമൂവ് ആണ് ചെയ്യുന്നത്, സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫംഗ്ഷൻ അനാലജി ആയിട്ട് വളരെ സിമിലർ ആണ്. പക്ഷെ
ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് വരുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൊടുത്തിരിക്കുന്നത് അത് ചെയ്യാനുള്ള ആ ഫംഗ്ഷൻ, ആ ഒരു ആക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സി ഇങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ട് ഏത് അനാലജി ടൈപ്പ് ആണ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അകത്ത് വരില്ല. പക്ഷെ എന്തിനാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് അനാലജി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പെയർ അനാലജി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പെയറിന്റെ രണ്ടാമത്തെ വേർഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് അനാലജി ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്സ് പഠിക്കുന്നത്. അല്ലാതെ ടൈപ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് വെച്ചിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ബട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിവിഷൻസ് പഠിക്കുന്നത് കേട്ടോ. നോക്കൂ, അപ്പൊ ഇനിയിപ്പം ഈ ടൂൾ ആക്ഷൻ അനാലജിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ എനിക്ക്. കീ വെച്ചിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യും. നോക്കട്ടെ. ബ്രഷ് വെച്ചിട്ട് പെയിന്റ് ചെയ്യും. റൈറ്റ് കറക്റ്റ് ആണേ. ഓക്കെ. ഇനി പ്രൊഫഷൻ പ്ലേസ് ഓഫ് വർക്ക് അനാലജി ആണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഡോക്ടർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചർ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ്, ഷെഫ് വർക്ക് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പം മനസ്സിലായല്ലോ, ഒരു പ്രൊഫഷന്റെ പേര് പറയുന്നു ആദ്യം, പിന്നെ അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പറയുന്നു. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ആരെങ്കിലും പറയോ? ഏഞ്ചല, ദിയ, ഗീതാഞ്ജലി പറയോ? എയർ ഹോസ്റ്റസ്, എയർപ്ലെയിൻ. യാ റൈറ്റ്. ഓക്കെ, നോക്കൂ, അടുത്തതാണ് സിമ്പിൾ മീനിങ് അനാലജി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഡവ് ഇല്ലേ, നമ്മുടെ പ്രാവ്. ഈ പ്രാവ്, ഈ ഡവ് പീസിനെയല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കെയിൽസ് നമ്മൾ ഈ കോർട്ട് റൂമിലൊക്കെ വെച്ചിരിക്കുന്ന ഇങ്ങനെ രണ്ട് ബോൾസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടിരിക്കുന്ന സ്കെയിൽസ് ഇല്ലേ, കണ്ടിട്ടില്ലേ ഇങ്ങനെ? അത് ജസ്റ്റിസിനെ സൂചിപ്പിക്കുന്ന കാര്യമാണത്. പിന്നെ അതുപോലെ തന്നെ റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ICUയുടെ ഫ്രണ്ടിലൊക്കെ കാണുന്ന റെഡ് ക്രോസ് ഇല്ലേ, അത് മെഡിക്കൽ എയ്ഡിങ് അല്ലേ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനപ്പം ഒരു സിമ്പിള് എന്തിനെങ്കിലും ഇംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും ഒരു മീനിങ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ മീനിങ് അനാലജി എന്നുള്ള എക്സാമ്പിളിൽ പറയുന്നത്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? പറയൂ. പറയാവോ ആരെങ്കിലും? റെഡ് ലൈറ്റ് ഇല്ലേ ട്രാഫിക്കിലെ, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? ഗ്രീൻ നേച്ചർ. റൈറ്റ്. ചെക്ക് മാർക്സ്. കറക്റ്റ്. അതെ കറക്റ്റ് ആണ് കേട്ടോ. റൈറ്റ്. ഓക്കെ. സ്ക്രീനൊന്നും മാറിയില്ലല്ലോ? നിങ്ങൾക്ക് എന്നെയും സ്ലൈഡ്സും കാണാൻ പറ്റുന്നില്ലേ ഇപ്പൊ? യെസ് മാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതാണ് സീക്വൻസ് ഓർഡർ അനാലജി എന്ന് പറയുന്നത്. അതായത് സീക്വൻസ് ഓർഡർ അനാലജി എന്ന് പറയുന്നത് ആദ്യം എന്തിന്റെങ്കിലും ഒരു ഇനിഷ്യൽ ഫോം പറയും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ലേറ്റർ ഫോം പറയും. അതാണ് സീക്വൻസ് ഓർഡർ അനാലജി എന്ന് പറയുന്നത്. അപ്പൊ അതായത് സീഡ് ആണ് ഇനിഷ്യൽ ഫോം. സീഡ് വലുതായിട്ടാണ് അതൊരു സാപ്ലിംഗ് ആയിട്ട്, ഒരു കുഞ്ഞു ചെടിയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇൻഫന്റ് വലുതായിട്ടാണ് അഡൽട്ട് ആയിട്ട് വരുന്നത്. മൺഡേ ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ട്യൂസ്ഡേ ആയിട്ട് വരുന്നത്. മൺഡേ കഴിഞ്ഞിട്ട് പിന്നെ ട്യൂസ്ഡേ. ഈ സീഡ് കഴിഞ്ഞിട്ട് സാപ്ലിംഗ്, ഇൻഫന്റ് കഴിഞ്ഞിട്ട് അഡൽട്ട്. അങ്ങനെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. ബർത്ത് ഡെത്ത്. എന്താ? ബർത്തും ഡെത്തും. യെസ് കറക്റ്റ്. നല്ല എക്സാമ്പിളാ. സാപ്ലിംഗ് ട്രീ, അതും കറക്റ്റ് ആട്ടോ ദിയ.
ഓക്കെ, ഇനി അടുത്തത് കോസ് റിസൾട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കോസ് റിസൾട്ട് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ ഡിഫറൻസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അത് കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇവിടുത്തെ കോസ് ആൻഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അഗെയിൻ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് സ്കിൽസ് ആണ്. നോക്കൂ, കറപ്ഷൻ കാരണം ഡിസ്ട്രസ്റ്റ് സംഭവിക്കാം. അതുപോലെ തന്നെ ഓണസ്റ്റി കാരണം ഒരാൾക്ക് നമ്മളോട് ക്രെഡിബിലിറ്റി തോന്നാം. അതുപോലെ തന്നെ ലേസിനെസ് കാരണം അത് നമ്മളെ ഫെയിലിയറിലേക്ക് നയിക്കാം. ഇങ്ങനെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഡിസ്ട്രസ്റ്റ് കാരണം അത് എന്താ പറയാ, കറപ്ഷൻ ഡിസ്ട്രസ്റ്റിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഓണസ്റ്റി ക്രെഡിബിലിറ്റിയിലേക്ക് നയിക്കും. ഇതേപോലെ എന്തെങ്കിലും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് പറയൂ, നോക്കട്ടെ. ഈ ലേസിനെസ് ഫെയിലിയറിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് തോന്നുന്നുണ്ടോ? പറയൂ. എവിടെ പോയി എല്ലാരും? നീന്തലാദിയ, ഗീതാഞ്ജലി എവിടെ? യെസ്, ബാക്ടീരിയ കാരണം ഇൻഫെക്ഷൻ സംഭവിക്കാം. റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലെ? പക്ഷെ എന്നാൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് സക്സസ് കിട്ടുമോ? ഇല്ല, അതൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണ്. ഹാർഡ് വർക്ക് ഒബിയസ്ലി നമ്മളെ സക്സസിലേക്ക് നയിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള അർത്ഥം മുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. യുനോ, കറക്റ്റ്, റൈറ്റ്. ഹാർഡ് വർക്ക് സക്സസിലേക്ക് നയിക്കും. അപ്പൊ നോക്കൂ, അപ്പൊ ഇതുകൊണ്ടാണ് ഇത് അബ്സ്ട്രാക്ട് ആണെന്ന് പറയുന്നത്. എക്സാക്ട് റിസൾട്ട് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടൈപ്പ് ഓഫ് അനാലജിയിൽ വരുന്നത്. ഇനി നോക്കൂ, ക്യാരക്ടറിസ്റ്റിക് ഒബ്ജക്ട് അനാലജി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് തന്നിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ ഒരു എന്താ പറയാ, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും അപ്പുറത്ത് തന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പെയറിനെയാണ് നമ്മൾ അടുത്ത പെയറിൽ രണ്ടാമത്തെ വേർഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നോക്കൂ, ചീറ്റ ഇസ് നോൺ ഫോർ സ്പീഡ് അല്ലെ? അതേപോലെ തന്നെ ഔൾ ഇസ് നോൺ ഫോർ വിസ്ഡം. അതുപോലെ ഫോക്സ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് കണ്ണിങ്നെസ്. കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് ഫോക്സ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എന്തൊക്കെയാ പറയാൻ പറ്റുക? ആനിമലിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ എന്തെങ്കിലുമൊക്കെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞു നോക്കൂ. ലയൺ ബ്രെയിവ്നെസ്. ഓക്കെ, യാ. ഗീതാഞ്ജലി ഒരു എക്സാമ്പിൾ പറയണോ? നോക്കട്ടെ. ഹലോ, പോയോ? ഓക്കെ, ദിയ ഒരു എക്സാമ്പിൾ പറയൂ. ഡവ് പീസ്, കറക്റ്റ്. നോക്കൂ, അടുത്തത് ഡവ് പീസ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ആണ്. അത് എന്താ പറയാ, നമ്മള് ആ ഒരു ഡവിന്റെ ആ ഒരു ബേർഡ് ആസ് സച്ച് അതിന് പീസ് എന്നുള്ളത് അത് ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് അല്ല. പക്ഷെ ചീറ്റ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളൈസ് ചെയ്യുന്നതാണ്. മനുഷ്യന്മാർ സിമ്പിളൈസ് ചെയ്യുന്നതല്ലേ ഡവ് പീസ് ആണ് എന്നുള്ളത്. പക്ഷെ ചീറ്റയ്ക്കുള്ള സ്പീഡ് അത് ഇൻഹറന്റ്ലി അത് ബൈ ബർത്ത് കിട്ടിയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ് ചീറ്റയ്ക്ക്. അതുപോലെ തന്നെ ഫോക്സിന് കിട്ടിയ കണ്ണിങ്നെസ് അത് ബൈ ബർത്ത് ഇൻഹറന്റ്ലി ഫോക്സ് കണ്ണിങ് ആണ്. അതേപോലെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ആനിമൽസ് മാത്രമുള്ളൂ മാം? എലിഫന്റ് ആനിമൽസ് മാത്രമല്ല, ആനിമൽസ് ആയിരിക്കാം ഈ ഒരു ഒബ്ജക്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേറെ എന്തിനു വേണമെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അതായത് മേ ബി ഇപ്പം
നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം 5G കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 5G ഡിവൈസസ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് സ്പീഡ് എന്നുള്ളത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അപ്പം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദെൻ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമുക്ക് ദിസ് തിങ് ഇസ് നോട്ട് ഫോർ ദിസ് ഫീച്ചർ എന്ന് നമുക്ക് തോന്നുന്ന എല്ലാതും ഈ ക്യാരക്ടറിസ്റ്റിക് ഒബ്ജക്ട് അനാലജിക്കകത്ത് വരും കേട്ടോ. ഓക്കെ. ഓക്കെ, വേറെ ആരോ എന്തോ പറഞ്ഞല്ലോ, എലഫന്റ് സ്ട്രോങ്. എലഫന്റ്, യാ അത് കറക്റ്റ് ആണ്. നോക്കൂ അടുത്തത്. പിന്നെ മങ്കി ഒക്കെ വിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ഇന്റലിജൻസിന് വേണ്ടിയിട്ട് അറിയപ്പെടുന്ന ഒരു അനിമലാണ്. പിന്നെ ഡോങ്കിക്ക് വിവരമില്ലായ്മയ്ക്ക് അറിയപ്പെടുന്ന ഒരു അനിമലാണ്. ആൻഡ് പിന്നെന്താ, അതുപോലെ തന്നെ ഹൈറ്റിന് അറിയപ്പെടുന്ന ഒന്നാണ് ജിറാഫ്. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റും, ആനിമൽസിനെ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അടുത്തതാണ് ലാംഗ്വേജ് കൺട്രി അനാലജി. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു ലാംഗ്വേജ് തന്നിരിക്കും, അത് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ പേര് തന്നിരിക്കും. സ്പാനിഷ്, സ്പെയിൻ, അറബിക്, ഈജിപ്ത്, ജാപ്പനീസ് സംസാരിക്കുന്നത് ജപ്പാനില് എന്നൊക്കെ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ. ഇഷ്ടംപോലെ പറയാനുണ്ടെന്ന് അറിയാം, പെട്ടെന്ന് പറയൂ, എക്സാമ്പിൾ പറഞ്ഞേ. ചൈനീസ്, ചൈന. യാ റൈറ്റ്. ഈ ഡാൻജിലെ ഒരു എക്സാമ്പിൾ പറയടാ. ഹലോ ദിയ. യാ ഫ്രാൻസ്. റൈറ്റ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ഡിഗ്രി ഓഫ് സൈസ് ഓർ ക്വാണ്ടിറ്റി അനാലജി ആണ്. അതായത് ചെറുത് അതിന്റെ വലുത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീഡിൽ നിന്നാണ് സാപ്ലിംഗ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിൽ നിന്ന് അത് ഉണ്ടാവുന്നു എന്നുള്ളതല്ല ഡിഗ്രി ഓഫ് സൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനാലജിയിൽ പറയുന്നത്. അതിലെന്താ ഡിഫറൻസ് വരുന്നത് നമുക്ക് നോക്കാം. സീഡിൽ നിന്ന് സാപ്ലിംഗ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ ഇൻഫന്റിൽ നിന്ന് അഡൽട്ട് ഉണ്ടാവുന്നു, മൺഡേയിൽ നിന്ന് ട്യൂസ്ഡേ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ഓർഡർ അല്ലാതെ എന്താണ് ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് നോക്കാം. നോക്കൂ, പടിൽ ലേക്ക്. പടിൽ എന്ന് പറയുന്നത് എന്താ പറയാ, കുഞ്ഞ് ഒരു കുളന്ന പോലും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കുഞ്ഞ് ഒരു ചളിക്കുണ്ട് അല്ലെങ്കിൽ ഒരു വെള്ളക്കുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ചെറിയൊരു, നമ്മൾ റോഡിലൊക്കെ പഡിൽസ് കാണാറില്ലേ, അതായത് റോഡ് മോശമായിട്ടുള്ള റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പഡിൽസ് ഉണ്ടാവും, റോഡിൽ പഡിൽസ് ഉണ്ടാവും. ആ റോഡ് മോശമായിട്ട് കുഴികൾ വന്നിട്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് റെയിനി സീസൺസ് അങ്ങനെ കാണാൻ പറ്റും. അതാണ് പഡിൽ ഉദ്ദേശിക്കുന്നത്. ലേക്ക് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലൊക്കെ വലിയൊരു വാട്ടർ ബോഡിയാണ്, ജൈജാന്റിക് വാട്ടർ ബോഡി അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. പടിലിൽ നിന്ന് ഒരിക്കലും ലേക്ക് ഉണ്ടായി മാറുന്നതല്ല, പക്ഷെ പടില് ഒരു ചെറിയ വാട്ടർ ബോഡിയാണ്, ലേക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു വാട്ടർ ബോഡിയാണ്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഹട്ട് എന്ന് പറയുന്നത് കുഞ്ഞ് ഒരു താമസ സ്ഥലമാണ്, മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു കുഞ്ഞ് ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് ഹട്ട് എന്ന് പറയുന്നത്. അതേ മനുഷ്യന്മാർ തന്നെ താമസിക്കുന്ന ഒരു വലിയ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് മാൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രീം ആൻഡ് റിവർ, ചെറിയ കുഞ്ഞ അരുവി ഉണ്ട്, അതേപോലെ തന്നെ ഒരു വലിയ റിവറും ഉണ്ട്. അപ്പം അരുവി അല്ല ശരിക്കും പറഞ്ഞാൽ റിവർ ആയിട്ട് മാറുന്നത്. അരുവി ഈസ് എ ഡിഫറെന്റ് തിങ് ആൻഡ് ഓൾസോ റിവർ ഇസ് അനദർ തിങ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് ഇതിൽ നിന്നല്ല മറ്റേത് ഉണ്ടാവുന്നത്, മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ചെറിയ സൈസാണ് ഇത്, മറ്റേതിന്റെ വലിയ സൈസാണ്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ഹിൽ മൗണ്ടൻ, റൈറ്റ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് സൗണ്ട് സോഴ്സ് അനാലജി ആണ്. സൗണ്ട് സോഴ്സ് അനാലജി എന്ന് പറയുന്ന ഒരു സൗണ്ട് കാണിക്കും, ആ സൗണ്ട് ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ബസ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് എന്താണ്? ബി ആണ്. പിന്നെ റോർ ചെയ്യുന്നത് എന്താ? ലയൺ ആണ്. ഹിസ് ചെയ്യുന്നത് എന്താ? സ്നേക്ക് ആണ്. അതേപോലെ വേറെ കുറച്ച് ആനിമൽസിന്റെ സൗണ്ടോ ആനിമൽസിന്റെയോ അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫേർണിച്ചർ ഉണ്ടാക്കുന്ന സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരൂ നോക്കട്ടെ. വെഹിക്കിൾസോ, ബാർഡോ, റൈറ്റ് കറക്റ്റ്.
ഓക്കെ, അടുത്തതാണ് വർക്കർ പ്രോഡക്റ്റ് അനാലജി എന്ന് പറയുന്നത്. അതായത് ഒരു വർക്കറിന്റെ പേര് തന്നിരിക്കും, ആ വർക്കർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള, ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അടുത്ത വേർഡായിട്ട് വരുന്നത് ആ പെയറിൽ. അതായത് ഓതർ ഉണ്ടാക്കുന്ന കാര്യമാണ് നോവൽ, അതേപോലെ തന്നെ സ്കൾപ്ചർ ഉണ്ടാക്കുന്ന കാര്യമാണ് സ്റ്റാച്യു, ആർക്കിടെക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ആർക്കിടെക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ പറയാ, ബ്ലൂ പ്രിന്റ് തന്നെയാണ്, ബിൽഡിംഗ് അല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞുതരൂ, അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ആരാണ് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ, കേക്കട്ടെ. ദിയ, ഗീതാഞ്ജലി. Carpenter furniture. Yes. Carpenter furniture, right. Poem. Yeah, right. Very right. Correct. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്പ് അനാലജി എന്ന് പറയുന്നത്. അപ്പം റോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണ് അല്ലെ, പിന്നെ അതേപോലെ തന്നെ സാൽമൺ എന്ന് പറയുന്നത് ഒരു ഫിഷ് ആണ്, മാംഗോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്. അപ്പം കാറ്റഗറീസിനെയാണ് രണ്ടാമത് നമ്മൾ പറയുന്നത്. ഫസ്റ്റത്തേതിൽ നമ്മൾ ആ കാറ്റഗറിക്ക് അകത്ത് വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരൂ. റോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണ്, സാൽമൺ എന്ന് പറയുന്ന ഫിഷ് ആണ്, മാംഗോ പറയുന്ന ഫ്രൂട്ട് ആണ്. അപ്പൊ അങ്ങനെ വേറൊരു കാര്യം പറഞ്ഞുതരൂ. ക്യാരറ്റ് വെജിറ്റബിൾ. റൈറ്റ് കറക്റ്റ്. അങ്ങനെ അതാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്പ് അനാലജി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലൊക്കേഷൻ അനാലജി. ലൊക്കേഷൻ അനാലജി സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എന്താ പാർട്ട് ആൻഡ് ഹോൾ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട് നമ്മൾ പറയും, എന്നിട്ട് അതിന്റെ ഹോൾ നമ്മൾ പറയും. പെറ്റൽസ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്, അതിന്റെ ഹോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫ്ലവർ ആണ്. ബുക്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്, അത് എന്തിന്റെ പാർട്ടാണ്, ലൈബ്രറി എന്ന് പറയുന്നതിന്റെ ഒരു പാർട്ടാണ്. ഏകദേശം സിമിലർ സെയിം സാധനം തന്നെയാണ് വരുന്നത്. ബട്ട് ദെൻ ആ ഒരു പാർട്ട് എന്നുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലും ലൊക്കേഷൻ എന്നുള്ള വേർഡിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അത് എവിടെ നിൽക്കുന്നു, ദിസ് തിങ് ഇസ് ലൊക്കേറ്റഡ് ഹിയർ എന്നുള്ളതാണ്. മറ്റേതിലെ ഡിഫറൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, ഇൻക്ലൂഡഡ് ആണ്. പാർട്ട് ആൻഡ് ഹോൾ എന്ന് പറയുമ്പോൾ പെറ്റൽ ഈസ് എ കോൺസ്റ്റുവന്റ് പാർട്ട് ഓഫ് എ ഫ്ലവർ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. പ്രിസണർ ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ജയിൽ എന്നാണ് പറയുന്നത്, ഇൻ ജയിൽ. മനസ്സിലായല്ലോ? ആ ലൊക്കേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഏകദേശം സിമിലർ ആണ്, നമ്മൾ നോക്കുമ്പോ അല്ലെ നമുക്ക് രണ്ടും ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. നമ്മൾ ആ സെന്റൻസ് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ലൊക്കേറ്റഡ് എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൊക്കേഷൻ അനാലജി. ബട്ട് ദെൻ ഇപ്പം ഇറ്റ്സ് എ കോൺസ്റ്റുവന്റ് പാർട്ട് എന്നുള്ള ഒരു ഫ്രേസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു പാർട്ട് ഹോൾ അനാലജിന്റെ ഭാഗമാണ്. അതാണ് ഇവിടെ ആകെ വരുന്ന ഒരു ഡിഫറൻസ്. ഇപ്പൊ നോക്കൂ, ബുക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ലൈബ്രറി, ഫിഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ആൻ അക്വേറിയം, ആൻഡ് പ്രിസണർ ഇസ് ലൊക്കേറ്റഡ് ഇൻ എ ജയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. ട്രീസ് located inside forest. കറക്റ്റ് ആണ്. അത് നമുക്ക് നമ്മളെ പാർട്ട് ഹോൾ അനാലജിയിലും ഇൻക്ലൂഡ് ചെയ്യാം, ഇതിലും ഇൻക്ലൂഡ് ചെയ്യാം, തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ബുക്സ് എന്ന് പറയുന്നത് അതും നമുക്ക് ഈ പാർട്ട് ഹോൾ അനാലജിയിൽ പെടുന്നതാണ്. അഗെയിൻ ഈ ലൊക്കേഷൻ അനാലജിയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് പെർഫോമർ ആക്ഷൻ അനാലജി. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഇത്രയും എടുത്തതൊന്നും എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. നോക്കൂ, അടുത്തതാണ് പെർഫോമർ ആക്ഷൻ അനാലജി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു പെർഫോമർ ആയിരിക്കും, ആ പെർഫോമർ പെർഫോം ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത്. അതായത് സിംഗർ പെർഫോം ചെയ്യുന്നത് സോങ് ആണ്, ഡാൻസർ പെർഫോം ചെയ്യുന്നത് ഡാൻസ് ആണ്, ടീച്ചർ പെർഫോം ചെയ്യുന്നത് ടീച്ചാണ്. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. മജീഷ്യൻ എന്താ പെർഫോം ചെയ്യാ?
കറക്റ്റ് ആണ് ദിയ? ഓക്കെ, യാ കറക്റ്റ് ദിയ, കറക്റ്റ്. നോക്കൂ, അടുത്ത സ്ലൈഡ് നോക്കാം. നോക്കൂ, ഒബ്ജക്ട് ഗ്രൂപ്പ് അനാലജി ആണ്. ഒബ്ജക്ട് ഗ്രൂപ്പ് അനാലജി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ തന്നിരിക്കും, ആ ഇൻഡിവിജ്വല് എന്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ സോൾജർ ഇസ് എ പാർട്ട് ഓഫ് ആർമി അല്ലെ, അതേപോലെ തന്നെ പ്ലെയർ ഇസ് എ പാർട്ട് ഓഫ് എ ടീം, ഒരു ടീമിന്റെ ഭാഗമാണ് പ്ലെയർ. എ ഷിപ്പ് ഇസ് എ പാർട്ട് ഓഫ് ഫ്ലീറ്റ്, ഒരു വലിയ ഫ്ലീറ്റിന്റെ ഭാഗമാണ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ എക്സാമ്പിൾസ് പറയാൻ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും എന്തിന്റെങ്കിലും ഭാഗമാണോ? ഒരു സ്റ്റുഡന്റ് എന്തിന്റെ ഭാഗമാണ്? ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സാമ്പിൾസ് പറയൂ, കേക്കട്ടെ. വോൾപാക്, റൈറ്റ്, കറക്റ്റ്, നല്ല എക്സാമ്പിൾ ആണ്. ഏഞ്ചല? സ്റ്റുഡന്റ് സ്കൂൾ, കറക്റ്റ്, ദിയ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് സയൻസ് ഫീൽഡ് അനാലജി എന്ന് പറയുന്നത്. സയൻസ് ഫീൽഡ് അനാലജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഒരു ഒരു അതായത് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നിരിക്കും. അതായത് ബോട്ടണി, സുവോളജി, ആസ്ട്രോണമി, ഇതൊക്കെ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ അത് എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വേർഡായിട്ട്, ആ പെയറിൽ രണ്ടാമത്തെ വേർഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബോട്ടണി സ്റ്റഡീസ് അബൌട്ട് പ്ലാന്റ്സ്, സുവോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ആനിമൽസിനെ പറ്റിയിട്ട്. ആസ്ട്രോണമി പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സ്പേസിനെ പറ്റിയിട്ടാണ്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞുതരൂ. പറയൂ. ഈ സൈക്യാട്രി ഒക്കെ എന്തിനെ പറ്റിയിട്ടാ പഠിക്കുന്നത്? സൈക്യാട്രി ഓർ സൈക്കോളജിക്ക് എന്തിനെ പറ്റിയിട്ടാ പഠിക്കുന്നത്? മെന്റൽ ഹെൽത്ത് അല്ലെ, മെന്റൽ ഹെൽത്തിനെ പറ്റി പഠിക്കുന്ന ഒന്നാണ് സൈക്യാട്രി, സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. വേറെ എന്തെങ്കിലും പറ്റി പറഞ്ഞുതരൂ. നിങ്ങൾ ഒരു MBBS ആ ഒരു സ്ട്രീം ആലോചിച്ച് നോക്കും, ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറയാൻ കിട്ടും. കാർഡിയോളജി, ഹാർട്ട്, യാ റൈറ്റ്, എക്സാക്ട്ലി. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമായിരുന്നത് കാർഡിയോളജി, ഹാർട്ട്, യാ റൈറ്റ്, കറക്റ്റ്. നോക്കൂ, അടുത്തതാണ് കണ്ടീഷൻ റിസൾട്ട് അനാലജി എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് സംഭവിക്കും. അതായത് എക്സസൈസ് ചെയ്യുന്നത് കാരണം ഫിറ്റ്നസിലേക്ക് അത് നയിക്കും. പൊല്യൂഷൻ സംഭവിക്കുന്നത് കാരണം അത് ഡിസീസിലേക്ക് നയിക്കും. എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കണ്ടീഷനിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അവയർനെസ്സിലേക്ക് നയിക്കും. ഇതാണ് കണ്ടീഷൻ റിസൾട്ട് അനാലജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട്, ഇപ്പം നമ്മൾ നേരത്തെയും ഒരുപാട് ടൈപ്സ് പഠിച്ച സമയത്ത് ആ ഡിഫറെന്റ് ടൈപ്സുമായിട്ട് ഇത് നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, വിച്ച് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാട് ടൈപ്സ് നിങ്ങൾ ഫെമിലിയർ ആവുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഒരുപാട് ടൈപ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി തരുന്നത്, കേട്ടോ. നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരൂ. എക്സസൈസ് ഫിറ്റ്നസിലേക്ക് നയിക്കുന്നു, അപ്പോൾ പൊല്യൂഷൻ ഡിസീസിലേക്ക് നയിക്കുന്നു, എഡ്യൂക്കേഷൻ അവയർനെസ്സിലേക്ക് നയിക്കുന്നു, ഓവർ ഈറ്റിംഗ് എന്തിലേക്ക് നയിക്കും? അപ്പൊ പറഞ്ഞുതരൂ. എഫേർട്ട് സക്സസ് അല്ലെ, എഫേർട്ട് സക്സസിലേക്ക് നയിക്കും. ഓവർ ഈറ്റിംഗ്, വെയിറ്റ് ഗെയിൻ, യാ റൈറ്റ്, എക്സാക്ട്ലി. നോക്കൂ, അടുത്തതാണ് ഒബ്ജക്ട് യൂസർ അനാലിസി എന്ന് പറയുന്നത്. അതായത് ഒരു ആൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക സാധനമായിരിക്കും. ഇപ്പൊ ഗൺ യൂസ് ചെയ്യുന്നത് കൂടുതലും സോൾജേഴ്സും പോലീസ് ഓഫീസേഴ്സും അവരൊക്കെ ആയിരിക്കും ഗണ്ണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ടീച്ചേഴ്സ്. ഇനി കൺവെൻഷണൽ സെൻസ്, ഇന്നത്തെ പോലെയല്ല, കൺവെൻഷണൽ സെൻസ് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ടീച്ചേഴ്സ് ആയിരിക്കും. ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും.
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾ ആരാണോ അവരെയാണ് നമ്മൾ രണ്ടാമത്തെ വേർഡായിട്ട് ഈ പെയറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയൂ നോക്കട്ടെ. കണ്ണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ സോൾജർ ആണ്, ബ്ലാക്ക് ബോർഡ് കൂടുതൽ യൂസ് ചെയ്യുന്ന ടീച്ചറാണ്, കമ്പ്യൂട്ടേഴ്സ്, ഓഫീസേഴ്സ്. യാ റൈറ്റ്, കറക്റ്റ്. പറ്റും. നോക്കൂ അടുത്തത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ആക്ഷൻ ഒബ്ജക്റ്റ് അനാലജി. അതായത് ഈ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുന്ന അത് എന്താണ് ചെയ്യപ്പെടുന്നത്, അത് എന്ത് വെച്ചിട്ട് ഒബ്ജക്റ്റ് ഓഫ് ആക്ഷൻ, ആ ആക്ഷൻ ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ്. ബുക്ക് ഈസ് ബീങ് റെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ബുക്ക് ഈസ് ബീങ് റെഡ്, കാർ ഈസ് ബീങ് ഡ്രിവൺ, അതേപോലെ തന്നെ നോക്കൂ ഫുഡ് കഴിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ആ ഒബ്ജക്റ്റിനെ നമ്മൾ അത് ചെയ്യും. സബ്ജക്റ്റ് ഓഫ് ആക്ഷൻ അല്ല, ആരാണ് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്, ആ ആക്ഷൻ ചെയ്യപ്പെടുന്ന ആ ഒരു ഒബ്ജക്റ്റ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതേപോലെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? സ്റ്റെപ്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോടാ എക്സാമ്പിൾസ് പറയാൻ? വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് പറയോ? ദിയ എവിടെ പോയി? ദിയ, ഗീതാഞ്ജലി, അങ്ങനെയല്ലടാ. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പെണ്ണ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പെൻ ഈസ് ബീങ് റിട്ടൺ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പെൻ ഈസ് ബീങ് റിട്ടൺ എന്നുള്ള വാക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫ്രേസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റണം. ബുക്ക് ഈസ് ബീങ് റെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? അതേപോലെ കാർ ഈസ് ബീങ് ഡ്രിവൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? അതേപോലെ വാട്ടർ ഡ്രിങ്ക് ഒരു എക്സാമ്പിൾ അല്ലേ? വെള്ളത്തിന് നമുക്ക് വാട്ടർ ഈസ് ബീങ് ഡ്രങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കൂ. യാ, ഗെയിം ഈസ് ബീങ് പ്ലേഡ്. യാ, വെരി ഗുഡ് എക്സാമ്പിൾ, റൈറ്റ്, കറക്റ്റ്. ഓക്കെ, അടുത്തതാണ് ടൈം ഇവന്റ് അനാലജി. എന്താണ് ടൈം ഇവന്റ് അനാലജി? നോക്കൂ, നമ്മൾ ഓരോ സമയത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സമയത്ത് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോർണിംഗിൽ നമ്മൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, രാത്രിയാണ് നമ്മൾ ഉറങ്ങാറുള്ളത്, ഈവനിങ്ങിലാണ് സൺസെറ്റ് കാണാറുള്ളത്. അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് വേണ്ടത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ആ ഒരു പ്രത്യേകം കാര്യം സംഭവിക്കാറുള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രത്യേക ടൈമിൽ മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ. നൂൺ ലഞ്ച്, റൈറ്റ്, കറക്റ്റ് ആണ് ദിയ, ശരിയാണ്. ഗീതാഞ്ജലി ഒരു എക്സാമ്പിൾ പറയാടാ. ഗീതാഞ്ജലി ഒരു എക്സാമ്പിൾ പറയാവോ? ആർട്ടിക്കിൾ ഇസ് ബീങ് റെഡ്, കറക്റ്റ് ആണ്. അത് നേരത്തെ തല്ലടാ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ആക്ഷൻ ഒബ്ജക്റ്റ് അനാലിസിസ് അല്ലേ? ആർട്ടിക്കിൾ ഇസ് ബീങ് റെഡ്, കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയോ ഗീതാഞ്ജലി? ടൈം ഇവന്റ് അനാലജിന്റെ, അതായത് നമ്മൾ ഒരു പ്രത്യേക ടൈമിൽ മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യം. രാവിലെ മോർണിംഗ് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ഉച്ചയ്ക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്, രാത്രി നമ്മൾ ഉറങ്ങുന്ന നൈറ്റ് സ്ലീപ്പ്, ഈവനിങ് സൺസെറ്റ്. അതേപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? അതെ, സ്പ്രിംഗിലാണ് ബ്ലൂം സംഭവിക്കാറുള്ളത്. വെരി ഗുഡ്, കറക്റ്റ്.
നോക്കൂ, അടുത്തതാണ് പ്രോബ്ലം സൊല്യൂഷൻ അനാലജി എന്ന് പറയുന്നത്. അതായത് ഒരു ആദ്യം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൊല്യൂഷൻ ആണ്. മെഡിസിൻ ആണ് സൊല്യൂഷൻ. മെഡിസിൻ എന്ത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ്? ഡിസീസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ്. ലോ എന്ന് പറയുന്നത് എന്തിനുള്ള സൊല്യൂഷൻ ആണ്? ക്രൈം മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തേഴ്സ്റ്റ് എന്ന പ്രോബ്ലത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ക്വെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം ഒരു സൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രോബ്ലം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ ആദ്യം പറയൂ, അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം, അത് ക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് പറയും. മെഡിസിൻ ഡിസീസിനെ ക്യൂർ ചെയ്യും. ഫുഡ് സ്റ്റാർവിങ്, വെരി ഗുഡ് കറക്റ്റ്. ഫുഡ് വിശപ്പിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കും, സ്റ്റാർവിങ്ങിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കും അല്ലെ? റൈറ്റ്. അടുത്ത നോക്കൂ, സിംബോളിക് അല്ലെങ്കിൽ മൈത്തലോജിക്കൽ അനാലജി എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡവ് പീസിനെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പുറകില് ഒരു മിത്ത് ഉണ്ടായിരിക്കും. അതായത് ട്രഡീഷണലി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. അപ്പം ഫീനിക്സ് എന്ന് പറയുന്നത് റീബർത്ത് ആണ്. നിങ്ങൾ എത്ര പേര് ഫീനിക്സിന്റെ കഥ കേട്ടിട്ടുണ്ട്? എല്ലാവരും കേട്ടിട്ടുണ്ടോ? 3 പേരും കേട്ടിട്ടുണ്ടോ? ഏഞ്ചല, ഗീതാഞ്ജലി, ദിയ, എല്ലാവരും കേട്ടിട്ടുണ്ടോ ഫീനിക്സിന്റെ കഥ? ഫീനിക്സ് പക്ഷിന്റെ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? ഓക്കെ, ബാക്കി പേരോ? ദിയ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏഞ്ചല കേട്ടിട്ടുണ്ടോ? ഇല്ല, ഏഞ്ചല കേട്ടിട്ടില്ല. ഗീതാഞ്ജലി കേട്ടിട്ടുണ്ടോടാ? ഇല്ല. ഓക്കെ, ശരി. എന്താണ് ഫീനിക്സ് പക്ഷിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഫീനിക്സ് പക്ഷി സ്വയം ചിറകിന് തീ കൊടുത്തിട്ട് മരിക്കുന്നതാണ്, സ്വയം ബേൺ ചെയ്ത് മരിക്കുന്നതാണ്. അങ്ങനെ മരിച്ച് അതിന് ആഷസ് ഉണ്ടാവും, അതായത് ചാരുണ്ടാവും, ആഷസ്. ആ ആഷസിന് പിന്നെയും ഈ ഒരു പക്ഷി പുനർജീവിച്ച് വളരെ നല്ലൊരു സ്പിരിറ്റിൽ ആകാശത്തേക്ക് പറന്നുയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് എത്ര തന്നെ നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിക്കേ, ഫുൾ എൻഡായി, ആ ലൈഫ് മൊത്തമായിട്ട് നശിച്ചു. ആ നശിച്ച ആ ഒരു ആഷസിൽ നിന്ന് പിന്നെയും റീബർത്ത് എടുത്തിട്ട് വലിയൊരു ഫോഴ്സ് ആയിട്ട്, വലിയൊരു ശക്തിയായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട്, അതായത് ഏസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കഴിവുള്ള ഒരു പക്ഷിയാണ് നമ്മളെ ഫീനിക്സ്. അങ്ങനെ ഒരു ബേർഡാണ് ഫീനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ റീബർത്തിനെയാണ് ഫീനിക്സ് സൂചിപ്പിക്കുന്നത്. അതായത് ഫീനിക്സ് ബേർഡ് എന്ന് പറയുന്നത് അത് ശരിക്കും ബേൺഡ് അലൈവ്, അത് ശരിക്കും മരിച്ചു, അതിന്റെ ആഷസ് മാത്രമേ ഉള്ളൂ ബാക്കി. ആ ആഷസിൽ നിന്ന് പിന്നെയും അത് ജീവിക്കാം. അതുകൊണ്ട് ഫീനിക്സ് പക്ഷിനെ നമ്മൾ എപ്പോഴും റീബർത്ത് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറയുമ്പോൾ മിക്കപ്പോഴും എന്താണ്, ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കൽ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഡവ് പീസ് എന്ന് പറയുന്നത് നമ്മൾ ഡവ് പീസ് ആണ്. അതേപോലെ തന്നെ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ട്രാഫിക്കില് സ്റ്റോപ്പ് സിഗ്നൽ ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് കഥയൊന്നും ബന്ധപ്പെട്ട് പറയുന്നതല്ല. അതാണ് ഈ നേരത്തെ പറഞ്ഞ സിമ്പലും ഇവിടെ പറയുന്ന മൈത്തലോജിക്കൽ അനാലജിയും തമ്മിലുള്ള കൂടെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ലോട്ടസ് എന്ന് പറയുന്നത് പ്യൂരിറ്റി ആണ്, ഒലിവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് പീസിനെയാണ് സൂചിപ്പിക്കുന്നത്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ പറയാൻ വേണ്ടിയിട്ട്. അറിയാമോ ആർക്കെങ്കിലും? ഓക്കെ, നമ്മൾ ഈ ഹിന്ദുയിസത്തില് ഒരു സ്വസ്തിക എന്ന് പറയുന്ന സിമ്പിൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ വരുന്ന ഒരു സിമ്പിൾ, ഇങ്ങനെ വരുന്ന ഒരു സിമ്പിൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? നമ്മൾ വീടുകളുടെ മേലൊക്കെ ഇങ്ങനെ ഒരു ചന്ദനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാറില്ലേ? ഓം അല്ലാതെ വരയ്ക്കാറില്ലേ? അറിയോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ യെസ്, ഗുഡ്. ലീഫ് അല്ല ആക്ച്വലി, അതിങ്ങനെ സ്വസ്തിക. എന്താ ഈ ലീഫിന്റെ പേര് ക്ലോവർ.
ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ? കേൾക്കുന്നില്ല. ഫോർ ലീഫ് ക്ലോവർ, അത് എനിക്ക് അറിയാത്തൊരു മൈഥോളജിക്കൽ സിമ്പിൾ ആണ്. അങ്ങനെ ഉണ്ടോ? ഫോർ ലീഫ് സിമ്പിൾ അല്ല മാം, ഇങ്ങനത്തെ ഒരു ലീഫ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിഞ്ഞൂടെ എത്ര സത്യം. ഓക്കെ ഓക്കെ, അതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മെത്തോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഈ സ്വസ്തിക യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്പീഷ്യസ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വസ്തിക യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് മൈഥോളജിക്കൽ അനാലജീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് അനാലജീസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഒന്ന് പറയോ? ടൈപ്സ് ഓഫ് അനാലജി കഴിഞ്ഞ് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ഇപ്പം. ദിയ പറയൂ, എല്ലാവരും പറയണം, എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറയൂ. ഗീതാഞ്ജലി പറയൂ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഗീതാഞ്ജലി ഡൗട്ട് ഉണ്ടോടാ? പറയോ. ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ ഈ ജിപ്മാനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടും അനാലജിയിൽ നിങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് കെയർലെസ് മിസ്റ്റേക്സ് കാരണം നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള ചില ട്രാപ്പ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ ട്രാപ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് വേർഡ്സ് വെച്ചിട്ട് തുടങ്ങാം. ഒന്ന് ടാസിറ്റേണും ഒന്ന് ലൊക്കേഷ്യസും. ഇത് രണ്ടുമാണ് വേർഡ്സ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ നോക്കൂ. ടാസിറ്റേണിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും സംസാരിക്കാതെ കുറച്ചൊന്ന് ഒരു അത്ര ഫ്രണ്ട്ലി ഒന്നല്ലാത്ത മട്ടിൽ ഇങ്ങനെ കുറച്ച് റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ ടാസിറ്റേൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അത്ര ഫ്രണ്ട്ലി ആയിട്ടല്ല സംസാരിക്കുന്നത്. അതാണ് ടാസിറ്റേൺ എന്ന് പറയുന്നത്. ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ പറയുന്നില്ലേ, അങ്ങനെയുള്ള പറയുന്നതിനെയാണ് നമ്മൾ ലൊക്കേഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൊക്കേഷ്യസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ രണ്ട് വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന് രണ്ടിന്റെ മീനിങ് മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓഫ് അനാലജിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക? ടാസിറ്റേൺ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാസിറ്റേൺ ഒരു പേര് ആ പേരിൽ ആദ്യം ടാസിറ്റേൺ ഫുള്ള് ഒരു കോളൻ കൊടുത്തു, അതിന്റെ ഇപ്പുറത്ത് ലൊക്കേഷ്യസ് എന്ന് കൊടുത്തു. അപ്പൊ അപ്പുറത്ത് ഹാപ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പേരുടെ രണ്ടാമത്തെ വേർഡായിട്ട് നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക? ടാസിറ്റേൺ ലൊക്കേഷ്യസ് ആണ് ആദ്യത്തെ പേര്, രണ്ടാമത്തെ പേര് ഹാപ്പി ആണ്. അപ്പൊ രണ്ടാമത്തെ പേരിന്റെ രണ്ടാമത്തെ വേർഡ് എന്തായിരിക്കും? എന്തായിരിക്കും? അറിയോ? ഹാപ്പി സാഡ് അല്ലെ? വൈറ്റ് അല്ലടാ, സാഡ് ആണ്. സാഡ് റൈറ്റ് ആണ്. അതായത് ഹാപ്പി സാഡ്. നമുക്ക് മനസ്സിലായി എന്ത്? ടാസിറ്റേണിന്റെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് സാധനമാണ് ഇവിടെ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്? മനസ്സിലായോ? ടാസിറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ലൊക്കേഷ്യസ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ടാസിറ്റേൺ ആൻഡ് ലൊക്കേഷ്യസ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ആന്റണിം ആണെന്ന് മനസ്സിലായി. ഒരു വേർഡ് തന്നിരിക്കുന്നു, ആ വേർഡിന്റെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പേരിൽ ഒരു വേർഡ് തന്നിരിക്കുന്നു, രണ്ടാമത്തെ വേർഡായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. യെസ്, ഓപ്പോസിറ്റ്. അതെ, ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇവിടെയുള്ള ട്രാപ്പ് എന്താണ്? എക്സാമിലെ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വേർഡ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വൊക്കാബുലറി വളരെ സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ഈ ടാസിറ്റേണും ലൊക്കേഷ്യസും ആന്റണിംസ് ആണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് മീനിങ് വരുന്ന വേർഡ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ മാത്രമേ ഹാപ്പിക്ക് പകരം ഹാപ്പിന്റെ രണ്ടാമത്തെ വേർഡായിട്ട്
നമുക്ക് സാഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓപ്ഷന്റെ അകത്ത് ജോയ്ഫുൾ, ചിയർഫുൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ ചിയർഫുൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം നമ്മളെ മാർക്ക് പോയി അല്ലേ? അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ടാസിറ്റൽ ലൊക്കേഷൻസ് കൊടുത്തു, രണ്ടാമത്തെ പെയർ ആയിട്ട് ഹാപ്പി കൊടുത്തു, ഓപ്ഷൻസിനകത്ത് സാഡ് ഉണ്ട്, ചിയർഫുൾ ഉണ്ട്, അതേപോലെ ജോയ്ഫുൾ ഉണ്ട്, ജുബിലിയന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ചിയർഫുള്ളും ജോയ്ഫുള്ളും ജുബിലിയന്റ് ഒക്കെ ഹാപ്പി മൂഡ്സ് ആണ് കാണിക്കുന്നത്. അതിലാകെ കൂടെ ഒന്ന് മാത്രമേ എന്തുള്ളൂ? സാഡ് എന്നുള്ളത് കാണിക്കുന്നുള്ളൂ. അപ്പം ബാക്കി മൂന്നും ഒരേ മീനിങ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആ മൂന്നും എല്ലാം ഈ മൂന്ന് ഓപ്ഷൻസും നമുക്ക് അവിടെ ഏകദേശം പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മൂന്നും എന്തായാലും റൈറ്റ് ആൻസർ ആയിട്ട് വരില്ലല്ലോ. അപ്പൊ റൈറ്റ് ആൻസർ ആയിട്ട് ഒറ്റൊന്ന് മാത്രം വരുന്നുണ്ടെങ്കിൽ അത് ഈ ഓപ്ഷൻസിനകത്ത് നിന്നുള്ള ഓഡ് വൺ ഔട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് സാഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവേ. ഓക്കെ, ഇനി നോക്കൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓക്കെ നിങ്ങൾക്ക് തന്നെ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡൗട്ട്ഫുൾ ആവരുത്. ദാറ്റ് ഇത് തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ആണോ, അത് ശരിക്കും റിലേറ്റഡ് അല്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. ബിക്കോസ് ഏത് അനാലജി ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാം. ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ടോ, ഇതില്ലല്ലോ, ഇത് റിലേറ്റഡ് അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ആ ഒരു കൺവിക്ഷൻ, നിങ്ങൾക്ക് സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടായാൽ മാത്രമേ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ഹോസ്പിറ്റൽ. ഇപ്പം ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ എന്തൊക്കെ റിലേഷൻഷിപ്സ്, ഡോക്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ എന്തും പറയാൻ പറ്റും. അപ്പം പക്ഷെ ഈ ഒരു 3 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും പ്രൊബബിൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും സെർട്ടൺ ആയിട്ടുള്ള കാര്യം നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ പ്രൊഫഷൻ ആൻഡ് വർക്ക് പ്ലേസ്, ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷൻ, ഹോസ്പിറ്റൽ എന്നുള്ള ഒരു വർക്ക് പ്ലേസ്. അപ്പൊ അതേപോലെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷൻ, സ്കൂൾ എന്ന് പറയുന്ന ഒരു വർക്ക് പ്ലേസ്, അങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് പോവേണ്ടത് എന്നാണ് പറയുന്നത്. നോക്കൂ, അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ അനാലജി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് ഈ പെയർ വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബേർഡ് നെസ്റ്റ്, അതേപോലെ തന്നെ ബി ഹൈവ്, ഈ 2 പെയർ വരികയാണെന്നുണ്ടെങ്കിൽ ബേർഡ് ലീവ്സ് ഇൻ എ നെസ്റ്റ് എന്നുള്ള നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തു ആദ്യത്തെ പെയർ വെച്ചിട്ട്. ഇപ്പൊ രണ്ടാമത്തെ പെയറിൽ നമുക്ക് ഹൈവ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടില്ല. ആ ഹൈവ് എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബി വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ ഈ ബേർഡിന്റെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെയുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ബി ലീവ്സ് ഇൻ എ ഡാഷ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി, ഹൈവിലാണ് ബി ജീവിക്കുന്നത് എന്നുള്ള ആൻസർ കിട്ടി. അതാണ് രണ്ടാമത് ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു അനാലജീസ് സോൾവ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷൻ നോക്കുക എന്നുള്ളത്. റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ ഡയറക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പപ്പിയിൽ നിന്നാണ് ഡോഗ് ഉണ്ടാവുന്നത്, മൺഡേ കഴിഞ്ഞിട്ടാണ് ട്യൂസ്ഡേ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ സീഡിൽ നിന്നാണ് സാപ്ലിംഗ് ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ തന്നെ പാർട്ട് ആൻഡ് ഹോൾ അനാലിസിസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെറ്റൽ എന്ന് പറയുന്നത് ഫ്ലവറിന്റെ ഒരു കോൺസ്റ്റുവന്റ് പാർട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബുക്കിന്റെ ഒരു കോൺസ്റ്റുവന്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതേപോലെ ആ ഡയറക്ഷൻ നിങ്ങൾ നോക്കണം. അല്ലാതെ ബുക്കിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ തെറ്റി. മനസ്സിലായോ? ചാപ്റ്റർ ബുക്കാണ് കറക്റ്റ് ഡയറക്ഷൻ. അതായത് അതിനകത്തുള്ള ഒരു കോൺസ്റ്റുവന്റ് എലമെന്റ് പിന്നെ ഹോൾ, അതാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ മുന്നത്തെ
അനാലജിന്റെ ഡയറക്ഷൻ എന്താണോ എക്സാക്ട്ലി ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെയും റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, കിറ്റൻ, ക്യാറ്റ്, ഈ പപ്പി ഡോഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പപ്പി ഡോഗ് എന്ന് പറയുമ്പോൾ ഡോഗിന്റെ ചെറിയ പ്രായം ആണ് പപ്പി. ഇപ്പൊ പപ്പി കഴിഞ്ഞിട്ടാണ് ഡോഗ് ആവുന്നത്. അപ്പൊ നമ്മൾ ക്യാറ്റിലേക്ക് വരുന്ന സമയത്ത് പപ്പി ഡോഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്യാറ്റിന്റെ ചെറിയ പ്രായമാണ് നമ്മൾ നോക്കണം. അപ്പൊ കിറ്റൻ, ക്യാറ്റ് എന്നുള്ളതാണ് വരിക. അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതാണ് ഡു നോട്ട് ഫോൾ ഫോർ അസോസിയേഷൻ ട്രാപ്സ്. ചില അസോസിയേഷൻ ട്രാപ്സ് ഉണ്ടായിരിക്കും. അതായത് ഈ രണ്ട് വേർഡ്സ് കണക്റ്റഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. അതായത് ഇപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ആരായിരുന്നു അത് പറഞ്ഞത്? ഈ അല്ലടാ പറഞ്ഞത്. നമ്മൾ നേരത്തെ ബുക്കിന്റെ എക്സാമ്പിൾ, ബുക്ക് റീഡ് എക്സാമ്പിൾ, അത് ഞാൻ പറഞ്ഞ ട്രാപ്പ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. നോക്കൂ, അതായത് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, ബുക്ക് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ റീഡ് ചെയ്യുന്നത്. ബിക്കോസ് ബുക്ക് ഇസ് ബീങ് റെഡ്. ബുക്ക് വായിക്കാൻ ഉള്ള ഒരു ടൂൾ അല്ല, ബുക്ക് വായിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്സ്, അതായത് റിലേറ്റഡ് ആണ്. ബുക്ക് റീഡ് എന്ന് പറയുന്നത് ഹൈലി റിലേറ്റഡ് ആയിട്ടും നൈഫ് കട്ടുമായിട്ട് നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ അല്ല. മനസ്സിലായോ? നൈഫ് കട്ട് പെൻ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്, പെൻസിൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്, ഇറേസർ റിമൂവ് എന്നുള്ളതാണെങ്കിലും കറക്റ്റ് ആണ്. പക്ഷെ ബുക്ക് റീഡ് എന്നുള്ളത് കറക്റ്റ് അല്ല. ബുക്ക് ഇസ് നോട്ട് യൂസ് ടു റീഡ്, ബുക്ക് ഇസ് ബീങ് റെഡ്. മനസ്സിലായോ? ആ ഒരു ചെറിയ സട്ടിൽ ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദിയ, ഇപ്പം ക്ലിയർ ആയോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ കാര്യം? ക്ലിയർ ആയോടാ ദിയ? ഹലോ? യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നോക്കൂ, ഇനി ഫോക്കസ് ഓൺ പ്രിസിഷൻ നോട്ട് ബ്രോഡ് സിമിലാരിറ്റി എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓതർ നോവൽ, ഓതറിന്റെ ഒരു ക്രിയേഷൻ ആണ് നോവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കൾപ്ചറിന്റെ ഒരു ക്രിയേഷൻ ആണ്, അവരുണ്ടാക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്റ്റാച്യു എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ പെയിന്റർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ ബ്രഷ്? ഒരിക്കലല്ല. പക്ഷെ പെയിന്ററും ബ്രഷും ഹൈലി റിലേറ്റഡ് ആണ്. മനസ്സിലായോ? സിമിലർ ആണ്, പെയിന്ററും ബ്രഷും സിമിലർ ആണ്, പക്ഷെ പെയിന്ററിന്റെ ഒരു ക്രിയേഷൻ അല്ല ബ്രഷ് എന്ന് പറയുന്നത്. പെയിന്ററിന്റെ ക്രിയേഷൻ എന്തായിരിക്കും? പെയിന്റിങ് ആയിരിക്കും അല്ലെ, അതൊരിക്കലും ബ്രഷ് അല്ല. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ബ്രോഡ് സിമിലാരിറ്റി വരുന്നത് ഉണ്ടാവും. ബ്രോഡ് സിമിലാരിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകരുത് ആ ഭാഗത്തേക്ക് നിങ്ങൾ എടുക്കരുത്. പ്രിസൈസ് ആയിട്ടുള്ള സിമിലാരിറ്റി ആയിരിക്കണം നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് അനാലജി. ഇനി നിങ്ങൾക്ക് ഈ അനാലജി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു അനാലജി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരുപാട് ടൈപ്പ് ഓഫ് അനാലജി, അറൌണ്ട് ഒരു 20ഓളം അനാലജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഇപ്പം. അപ്പൊ അത്തരത്തിലുള്ള അനാലജീസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ റിവൈസ് ചെയ്യുന്നതിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണുമ്പം അത് ഏത് ടൈപ്പ് അനാലജി ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നോക്കൂ, വാം ഹോട്ട് എന്നുള്ളത് എന്ത് ടൈപ്പ് അനാലജി ആയിരുന്നു? ഡിഗ്രി ഇന്റൻസിറ്റി അനാലജി ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഡിഗ്രി ഇന്റൻസിറ്റി അനാലജി ആണ് മനസ്സിലാവുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും? അടുത്തത് ലൈക്ക് എന്ന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നമുക്ക് ലവ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്, റൈറ്റ് അല്ലെ? അത് ഡിഗ്രി ഇന്റൻസിറ്റി ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം വോം എന്നുള്ളത് ചെറിയ ഇന്റൻസിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹോട്ട് എന്നുള്ളത് എന്തിനാ സൂചിപ്പിക്കുന്നത്? ഹോട്ട് എന്നുള്ളത് ഹയർ ഇന്റൻസിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് വരുന്നതാണ്. ലൈക്ക് എന്നുള്ളത് സ്മോളർ ഇന്റൻസിറ്റി ആണ്, ലവ് എന്നുള്ളത് ഹയർ ഇന്റൻസിറ്റി ആണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഇന്റൻസിറ്റി അനാലജി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമ്പോൾ within fractions of seconds you will be able to solve the questions. Okay, അതാണ് അതിന്റെ ഒരു പ്രോ എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ ഇമോഷണലി ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ലോജിക്കൽ
ഐ മീൻ ഈ ഒരു അനാലജി ക്വസ്റ്റ്യൻസിലേക്കൊക്കെ എത്തുന്നുണ്ടാവാം. അപ്പം യു വിൽ ഹാവ് എ ടെൻഡൻസി ടു തിങ്ക് ഇമോഷണലി. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോകുന്നത് ഒരു അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ബട്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ലോജിക്കലി ചിന്തിക്കണം. മിക്കപ്പോഴും ലോജിക്കൽ റീസണിങ് ആയിരിക്കും കൂടുതലും ഈ അനാലജി ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ലോജിക്കലി ചിന്തിച്ചാൽ മാത്രമേ റൈറ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു ക്വിക്ക് സോൾവിംഗ് മെത്തേഡ്, ഒരു 5 സ്റ്റെപ്പ് സോൾവിംഗ് മെത്തേഡ് ഉണ്ട് അനാലജി ക്വസ്റ്റ്യൻസിന്റെ. അതും കൂടെ ഒന്ന് നോക്കാം. അതുവരേക്കും ഇതുവരെ ഉള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് പറയോ? പറയാവോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്? ഇല്ല. എല്ലാവരും പറയണേ ചാറ്റ് ബോക്സിൽ, ക്ലാസ്സിലുള്ള എല്ലാവരും പറയണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് വി ആർ നിയറിംഗ് ദ എൻഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, ഗീതാഞ്ജലി പറയൂ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു അനാലജി ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് സോൾവിംഗ് മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് നോട്ട് നെസസറിലി ഇത് തന്നെ അപ്ലൈ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒട്ടും അറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വേണ്ട സമയത്ത് യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ്. ഓക്കെ, സോ ഇനി എന്തൊക്കെയാണ് ഒരു അനാലജി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പേർ, നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ പേരിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ റിലേഷൻഷിപ്സ് ആണ് ഉള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷൻഷിപ്സ് ഒക്കെ പറയും. ഇപ്പൊ നിങ്ങൾ പഠിച്ച ടൈപ്പ് ഓഫ് അനാലജീസിൽ എന്തൊക്കെ റിലേഷൻഷിപ്സ് ആണ് നിങ്ങൾക്ക് അറിയുന്നത്? സിനോണിംസ്, ആന്റോണിംസ് റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് അറിയാം. അതേപോലെ വേറെ 1-2 ഓരോരുത്തരും ഓരോ റിലേഷൻഷിപ്സ് വെച്ച് പറയും. നിങ്ങൾക്ക് എന്തൊക്കെ റിലേഷൻഷിപ്സ് ആണ് അറിയുന്നത്? ഒന്ന് സിനോണിംസ്, ആന്റോണിംസ്, അത് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് ഓപ്ഷൻസ് പറയൂ. അപ്പം എന്തൊക്കെ റിലേഷൻഷിപ്സ് ആണ് നിങ്ങൾ പെട്ടെന്ന് ഒരു അനാലജി ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? അവർ തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആണോ എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. അവർ സിനോണിം ആണോ നോക്കും, ആന്റോണിം ആണോ നോക്കും, പിന്നെന്താ നോക്കുക? എന്ത് റിലേഷനാ നോക്കുക? സിനോണിം ആണോ ആന്റോണിം ആണോ നോക്കും. വേറെ ഒന്നും കൂടെ പറയൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതെന്ന് പറയൂ. ദിയ, ഗീതാഞ്ജലി പറയൂ. ഏഞ്ചല, എന്ത് റിലേഷൻ ആണോ നമ്മൾ നോക്കുക? ഒന്ന് നമ്മൾ അവര് ആന്റണിം ആണോ സിനോണിം ആണോ എന്നുള്ളതും ഒരു റിലേഷൻ ആണ്. വേറെ എന്ത് റിലേഷനൊക്കെയാ നമ്മൾ നോക്കുക? എന്ത് ബേസ്ഡ് ആണ് 2 വേർഡ്സ് തന്നേക്കണേന്ന്? അതെ അതൊക്കെ അതിപ്പം ആ ബേസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആന്റണിമിന്റെ ബേസിലാണോ റിലേറ്റഡ് ആയിരിക്കുന്നത്, സിനോണിമിന്റെ ബേസിലാണോ റിലേറ്റഡ് ആയിരിക്കുന്നത്, പിന്നെ വേറെ എന്തിന്റെ ബേസിലാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് നോക്കുക. ഇപ്പൊ പഠിച്ച അനലോജീസിന്റെ ബേസില്. അതെ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയോ? ഇപ്പൊ നമുക്ക് നേരത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഡിഗ്രി ഇന്റൻസിറ്റി നമുക്ക് നോക്കിക്കൂടെ? ഹയർ ഇന്റൻസിറ്റി ആണോ, ലോവർ ഇന്റൻസിറ്റി ആണോ, ലൈക്ക്, ലവ്, വാം, ഹോട്ട്, അത് നമുക്ക് നോക്കിക്കൂടെ? അതെ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് അനാലജി ആണ് അവിടെ വരുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ പാർട്ട് ഹോൾ ആയിട്ടാണോ വരുന്നത്, അതായത് പെറ്റൽ ഫ്ലവർ ഒക്കെ അല്ലേ, അതേപോലത്തെ ആണോ നോക്കുക. പിന്നെ ഹോൾ പാർട്ട് ആണോ എന്നുള്ളത് നോക്കുക. അങ്ങനെ അതിനകത്ത് എന്താണ് വരുന്നത്, എന്ത് റിലേഷൻഷിപ്പ് ആണ് അവിടെ വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന പേര് ആദ്യം നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നിരിക്കുന്ന പേരുണ്ടല്ലോ,
ആ പെയർ വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെയും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്താണ്, ബീന്റെയും ഹൈവിന്റെയും കാര്യം. ആ ബി ലിവ്സ് ഇൻ എ ഹൈവ് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ അപ്പൊ ബി ഹൈവ് എന്നുള്ള ഒരു അനാലിസിസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബി ലിവ്സ് ഇൻ എ ഹൈവ് എന്നുള്ള ഒരു സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം ബുക്ക് ലൈബ്രറി എന്ന് പറയുന്ന ഒരു പേര് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സെന്റൻസാ ക്രിയേറ്റ് ചെയ്യുക? ആ ബുക്ക് ലൈബ്രറി എന്ന് പറയുന്ന സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സെന്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറയൂ, ചാറ്റ് ബോക്സിൽ പറയൂ. ബുക്സ് ലൈബ്രറി അതൊരു സെന്റൻസ് ആക്കി തരൂ. ബുക്സ് ലൈബ്രറി മറ്റൊരു അനാലജിയാണ്. ബുക്സ് ആർ ഫൗണ്ട് ഇൻ ലൈബ്രറി. റൈറ്റ് കറക്റ്റ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്തെങ്കിലും ഒന്ന് പറയൂ. ചാപ്റ്റേഴ്സ് ബുക്ക്. അപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സ് എന്നുള്ളതിൽ പെട്ടെന്ന് ഈ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ബുക്സ് ആർ ഫൗണ്ട് ഇൻ ലൈബ്രറി എന്ന് പറയുമ്പോൾ അത് ലൊക്കേഷൻ അനാലജിയാണ്. ബുക്സ് ആർ ഫൗണ്ട് ഇൻ ലൈബ്രറി എന്ന് പറയുമ്പോൾ അതൊരു ലൊക്കേഷൻ അനാലജിയാണ് വരുന്നത്. അപ്പം പ്രിസണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് എന്ത് പറയും? പ്രിസണേഴ്സിന്റെ അപ്പുറത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ബുക്സ് ലൈബ്രറി ആണെങ്കിൽ പ്രിസണേഴ്സിന്റെ അപ്പുറത്ത് എന്താ ഉണ്ടാവുക? ജയിൽ. കറക്റ്റ് എക്സാക്ട്ലി. പിന്നെ അതാണ് ടേൺ ഇറ്റ് ഇൻടു എ സെന്റൻസ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഡിറക്ഷൻ എന്നുള്ളതാണ്. ചെക്ക് ഡിറക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥാക്കുന്നത്? അതായത് പെറ്റൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചാപ്റ്റർ കറക്റ്റ് ആണോ? ബുക്ക് ചാപ്റ്റർ കറക്റ്റ് ആണോ? പെറ്റൽ ഫ്ലവർ ആണ് ഒരു പേര്, ബുക്ക് ചാപ്റ്റർ അടുത്ത പേര്. അത് കറക്റ്റ് ആണോ? തെറ്റാണോ? പെറ്റൽ ഫ്ലവർ ആണ്. കറക്റ്റ് അല്ല. എന്തുകൊണ്ട് കറക്റ്റ് അല്ല? കാരണം ഈ പെറ്റൽ എന്ന് പറയുന്നത് ഫ്ലവറിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടാണ് അല്ലെ. പക്ഷെ ബുക്ക് എന്ന് പറയുന്നത് ചാപ്റ്റർ ബുക്കാണ്. കറക്റ്റ്. അതെ കറക്റ്റ്. ചാപ്റ്റർ ആണ് ബുക്കിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ട്. അപ്പൊ നമ്മൾ ആ ഡയറക്ഷൻ നോക്കുക. എന്തിന്റെ പാർട്ടാണ്? ആദ്യത്തെ പേരിൽ പാർട്ട് ഹോൾ അനാലജി ആണോ തന്നിരിക്കുന്നത്, ഹോൾ പാർട്ട് അനാലജി ആണോ തന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന്റെ ഡിറക്ഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് രണ്ടാമത്തെ പേരിന്റെ രണ്ടാമത്തെ വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ. ഇനി നോക്കൂ, എലിമിനേറ്റ് ബ്രോഡ്ലി റിലേറ്റഡ് ബട്ട് ഇൻആക്യുറേറ്റ് ഓപ്ഷൻസ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സിമിലർ ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷെ എന്നാൽ ഫസ്റ്റത്തെ പെയറിന്റെ റിലേഷൻഷിപ്പുമായിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഓതർ നോവൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു പെയിന്ററിന് ബ്രഷ് ആണ് അടുത്ത അനാലജി. അങ്ങനെ നോക്കൂ. അതായത് ഓതർ നോവൽ, പെയിന്റർ ബ്രഷ്, അത് കറക്റ്റ് ആണോ? ഓതർ നോവൽ, പെയിന്റർ ബ്രഷ് കറക്റ്റ് ആണോ? അല്ല. പിന്നെന്താ വരിക? പെയിന്റിങ്. അതെ, പെയിന്ററിന്റെ ക്രിയേഷനെയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതായത് ബ്രോഡ്ലി റിലേറ്റഡ്. പെയിന്ററും ബ്രഷും ഭയങ്കര റിലേറ്റഡ് ആണ്, ബ്രോഡ്ലി റിലേറ്റഡ് ആണ്. പക്ഷെ ആ ഒരു തൊട്ട് മുന്നേ തന്നിരിക്കുന്ന അനാലജി പേരുമായിട്ട് മാച്ച് ഇല്ലാത്തത് കാരണം നമുക്ക് അത് ഓക്കെ ആണെന്ന്, അത് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ബ്രോഡ്ലി റിലേറ്റഡ് ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ് സ്റ്റെപ്പ് 4. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5. ചൂസ് ദ ഓപ്ഷൻ വിത്ത് ദ എക്സാക്ട് സെയിം റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാം ഹോട്ട് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ഇന്റൻസിറ്റി, അതായത് ക്വാളിറ്റി സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ആണെന്നുണ്ട് ഫസ്റ്റത്തെ അനാലജി പേര് ആ ഒരു റിലേഷൻഷിപ്പ് ഡിഗ്രി ഇന്റൻസിറ്റി റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തതിലും എക്സാക്ട് സെയിം ലെവൽ ഡിഗ്രി ഇന്റൻസിറ്റി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് എന്നുള്ളത് ലവ് എന്നുള്ളതിലേക്ക് അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതാണ് 5 സ്റ്റെപ്പ് സോൾവിംഗ് മെത്തേഡ് അനാലജി ക്വസ്റ്റ്യൻസിന്റെ. അപ്പം നിങ്ങൾക്ക് അല്ലാതെയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള സോൾവിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സോൾവിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവരും പറയൂ,
ദിയ, ഗീതാഞ്ജലി പറയൂ. ഡൗട്ട് മാം ഉണ്ടായിരുന്നു. ആ മാം ഫ്ലഡും സുനാമിയും ഏത് അനോളജിയിൽ വരുന്നതാ? ഫ്ലഡും സുനാമിയും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡും കോസാ? സുനാമിയും കൈൻഡ് ഓഫ് അത് റിലേറ്റഡ് അല്ല എന്നുള്ളത് ആണ് പറയാനുള്ളത്. ലൈക് സുനാമി നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. വേണമെങ്കിൽ അതിന്റെ ഡിഗ്രി ഇന്റൻസിറ്റി ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ദെൻ ഫ്ലഡ് എന്ന് പറയുന്നത് അതിന്റെ കോസ് എപ്പോഴും നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ബട്ട് ദെൻ എപ്പോഴും സുനാമി വരുന്നത് ഫ്ലഡ് ഉണ്ടാവുന്നത് സുനാമി കാരണം മാത്രമല്ല, ഹെവി റെയിൻഫോൾ കാരണം നമുക്ക് സുനാമി സംഭവിക്കാം. അപ്പം ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ സുനാമി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊരു ഡിഗ്രി ഇന്റൻസിറ്റി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും, കോസ് ആൻഡ് ഇഫക്റ്റിലേക്കും വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് അബ്സ്ട്രാക്ട് ആയി പോകും. അതായത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോസ് ആൻഡ് ഇഫക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അബ്സ്ട്രാക്ട് കോസ് ആൻഡ് ഇഫക്റ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും പറയൂ. ദിയ, ഗീതാഞ്ജലി പറയൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ലവ് ആൻഡ് പാഷൻ കൈൻഡ് ഓഫ് ലവ് ആൻഡ് പാഷൻ അഗെയിൻ ഡിഗ്രി ഇന്റൻസിറ്റിയിലാണ് വരുന്നത്. പക്ഷെ എന്ത് ഡിഗ്രി ഇന്റൻസിറ്റിയിലാണ് വരുന്നത്? ആദ്യം പറയുന്നത് ഹയർ മാഗ്നിറ്റ്യൂഡ്, പിന്നെ പറയുന്നത് ലോവർ മാഗ്നിറ്റ്യൂഡ്, അങ്ങനെയാണ്. മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ല, ഒരു പ്രാവശ്യം ഒന്നോട് റിപ്പീറ്റ് ചെയ്യോ? ലവ് പാഷൻ ആണോ? യെസ് മാം. ഓക്കെ. അതായത് ലവ് എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഡിഗ്രീന്റെ ഇന്റൻസിറ്റി കൂടി. നമ്മൾ നേരത്തെ പഠിച്ചത് ലൈക്കും ലവും അല്ലേ? അപ്പൊ ലൈക്ക് എന്ന് പറയുന്നത് ചെറിയ എന്താ ഓക്കെ, ലൈക്ക് എന്ന് പറയുന്നത് ചെറിയ ഇന്റൻസിറ്റി, ലവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹയർ ഇന്റൻസിറ്റി. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുന്നത് ലവ് ആൻഡ് പാഷൻ ആണ്. ഇപ്പൊ ലവ് എന്ന് പറയുന്നത് ഹയർ ഇന്റൻസിറ്റി, പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോവർ ഇന്റൻസിറ്റി ആയിട്ട് പറയാം. അങ്ങനെ. അപ്പൊ ആ ഡയറക്ഷൻ മാറി എന്നാണ് ഞാൻ പറയുന്നത്. ഡിഗ്രി ഇന്റൻസിറ്റി റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെടാ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗീതാഞ്ജലി ഇല്ല, ഡൗട്ട് ഇല്ല എന്ന് പറഞ്ഞു. ദിയ, ഡൗട്ട് ഉണ്ടോ? ഇല്ലായിരിക്കും അല്ലെ? ഓക്കെ, ദിയ ലെഫ്റ്റ് ആയി തോന്നുന്നു. ഓക്കെ, ശരി, അപ്പം ബൈ.